Yes. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് എന്തൊക്കെയുണ്ട് സർ. വിശേഷം? സുഖാണ്, വിചാരിക്കുന്നു. കുറച്ച് നാളുകളായി നമ്മൾ മീറ്റ് ചെയ്തിട്ട്. How are you guys doing? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണോ? അൽഹംദുലില്ലാ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി ടു സീ യു. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, അയക്കണം എടാ. Yes. ഓക്കെ, പ്ലീസ് ഡു ദാറ്റ് ആൻഡ് ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു. ഓക്കെ, സോ കുറച്ച് നാളുകളായി, അതിനുശേഷമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ വൺസ് അഗെയിൻ. ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെഷനിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ട്, ലൈക്ക് പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് കോഴ്സിൽ പങ്കെടുത്ത് നിലവിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മീന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് കമന്റ് ഓൺ മീ. ഓക്കെ, നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതുതായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ പ്ലീസ് ബി ഹിയർ. ഓക്കെ, ഓക്കെ, ഹായ് റഹീം. ഓക്കെ, താങ്ക് യു സുന്ന. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സെഷൻ എടുത്തിരുന്നു, ഓർമ്മയുണ്ടോ അല്ലെ? നമ്മുടെ ഹോർമോൺ അതേപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? വാട്ട് ആർ ദ ലൈക്ക് 10 ഹോർമോൺസ് ആൻഡ് ഹൗ ഇറ്റ് അഫക്ട്സ് അവർ ഡെയിലി, നമ്മളുടെ ലൈഫിനെ അത് ഡെയിലി എഫക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോമ, ഡ്രാമ വേഴ്സസ് ലവ് ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സോ ഇഫ് യു ആർ റെഡി, നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഡു യു റിമെമ്പർ ദാറ്റ്? അത് ഓർമ്മയുണ്ടോ? യാ, ട്രോമ, ഡ്രാമ Yes, എന്നുള്ള sir. കുറെ കാര്യങ്ങൾ. യെസ്, ഓക്കെ. പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ട്രോമാസ് മൂലം ഉണ്ടാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചില ചലഞ്ചസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രാമ എന്നുള്ളത്. നമ്മൾ ഡ്രാമ ചേസ് ചെയ്യുന്ന ഒരാൾക്കാരായിട്ട് മാറും. അത് നമ്മളുടെ ലൈഫിന്റെ വിധി തന്നെ നിർണ്ണയിക്കുന്നിടത്തേക്ക് എത്തും. സോ വൺസ് അഗെയിൻ ലെറ്റ്സ് ബിഗിൻ. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. വെക്കേഷനൊക്കെയാണ്, ഒരുപാട് പേർക്ക് എന്ന് വെച്ചാൽ സ്കൂളുകളോ മറ്റുള്ള കാര്യങ്ങളോ തിരക്കുകളൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ബട്ട് സ്റ്റിൽ മറ്റുള്ള ചില ഏതെങ്കിലും ചലഞ്ചസുകൾ ഉണ്ടാവാം. സോ പ്ലീസ് ബി ഹിയർ. ഓക്കെ, റെഡി? നമുക്ക് ആരംഭിക്കാം. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ ട്രോമാസ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡ്രാമ നമ്മളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അഡിക്റ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും. സോ കോർ ഐഡിയ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോമ വൈസ് ദ ബ്രെയിൻ ടു സീക്ക് ഫെമിലിയർ ഫീലിങ്സ്, നോട്ട് ഹെൽത്തി വൺസ്. ഫെമിലിയർ ആയിട്ടുള്ള ഫീലിങ്സിനെ എന്ത് ചെയ്യും, ബ്രെയിൻ എന്ത് ചെയ്യും, നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് തന്നെ ഒരു പാറ്റേൺ ആയിട്ട് ചൂസ് ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ സംഭവിച്ചത് അത് തന്നെ ചൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന റിജക്ഷൻ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി ഇൻ ലവ് അല്ലെങ്കിൽ കൂടുതൽ ക്രിറ്റിസിസം, നമ്മൾ ഏത് രീതിയിലാണ് സ്നേഹം അനുഭവിച്ചത്. ഇപ്പം സ്നേഹം എന്ന് പറയുന്നത് വെച്ചാല് നമ്മൾ നമുക്ക് എന്താണ് നല്ലത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല, മറിച്ച് നമ്മൾ എന്താ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത സ്നേഹം റിജക്ഷനിലൂടെയും ഇൻകൺസിസ്റ്റൻസിയിലൂടെയും ക്രിറ്റിസിസത്തിലൂടെയൊക്കെ ആണ് ഉള്ളത് എങ്കിൽ സ്വാഭാവികമായിട്ടും അതേ പാറ്റേൺ നമ്മളുടെ അഡൽട്ട് ലൈഫിലും സംഭവിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സംസാരിച്ചതിൽ പിന്നീട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് 4 ടൈപ്പ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട് എന്നുള്ളത്. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ കുറിച്ച് ഇന്ന് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. സെക്യൂർ അറ്റാച്ച്മെന്റ്, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, അവോയ്ഡ് അറ്റാച്ച്മെന്റ് ആൻഡ് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ്. ഈ അറ്റാച്ച്മെന്റുകളെ കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കണമെന്നുണ്ട്.
സോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ അതിലേക്ക് വെൽക്കം ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന സംഗതികൾ പ്രകാരം നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടോ എനിത്തിങ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കാണാൻ പറ്റും. ഇത് മാത്രമല്ല, നമ്മുടെ റിലേഷൻഷിപ്പിൽ, ഫാമിലി ലൈഫിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇതേ അറ്റാച്ച്മെന്റ് സ്റ്റൈല് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ ആണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക്സ് എങ്ങനെ അത് ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോയിൽ തന്നെ വരാൻ ശ്രമിക്കൂ എല്ലാവരും. ഒരുപാട് പേരുണ്ട്. പ്ലീസ് ബി ഇൻ വീഡിയോ. ഐ നോ നിങ്ങൾ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ, ലൈക്ക് യു നോ, ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് പ്ലീസ് ബി ഇൻ വീഡിയോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ഇൻ വീഡിയോ. താങ്ക് യു Rahim, thank you Sulfa, and thank you Dina, and there is thank you everyone. So please be here in video. Okay, പരമാവധി ആൾക്കാർ എന്ത് ചെയ്യും, വീഡിയോയിൽ തന്നെ വരും. ഓക്കെ, സോ നമ്മുടെ റിലേഷൻഷിപ്പ് ഡൈനാമിക്സിൽ നമുക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചോട്ടെ? യാ, ഗുഡ്, ഗിവ് മി തംസ് അപ്പ്. റിലേഷൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഡൊമൈൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെയും സംഗതികളെയൊക്കെ ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡൊമൈൻ ആണ്. അപ്പൊ റിലേഷൻഷിപ്പിൽ 4 തരത്തിലുള്ള ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. 4 തരത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയും. സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാം. അതിലേക്ക് വരുന്നതിന് മുൻപ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്താണെന്നുള്ളത് നോക്കാം. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, സീക്കിംഗ് ക്ലോസ്നെസ്. ഇവർക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർ പലപ്പോഴും എന്ത് വെച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫിയർ ഉണ്ട്, എന്ത്, എന്നെ വിട്ടു പോകുമോ എന്നുള്ള ഒരു തിങ്കിങ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പില് ഒരു പാർട്ണർക്ക് എപ്പോഴും മറ്റേ പാർട്ണർ എന്നെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ശൈലി ഫീലിങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇത് ചെറുപ്പത്തിൽ ട്രോമ അനുഭവിച്ചിട്ട്, അതായത് ഒന്നുകിൽ എന്താ പറയാ, ഫാദർ മദർ ഡിവോഴ്സായി, സ്വാഭാവികമായിട്ടും ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഫാദറിനോ മദറിനോ ചെറുപ്പത്തില് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ ഒരുപാട് വഴക്കുണ്ടായിട്ട് ഒരുപാട് തവണ പിരിഞ്ഞിരിക്കുകയോ അകന്നിരിക്കുകയോ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പിതാവ് ഗൾഫിലാണ്, മാതാവ് എപ്പോഴും പെയിനിലാണ്, ഭയങ്കര സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലുള്ള സിറ്റുവേഷനിലാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സാഹചര്യങ്ങളിലൂടെ ചെറുപ്പത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവുന്നത് ഫിയർ ഓഫ് ലീവിങ്, ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഇവരുടെ ലൈഫിൽ എപ്പോഴും ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് ഇവരെ ലൈക്ക് ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടാക്കി ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയ പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ ഏത് തരത്തിലുള്ള അബാൻഡൻമെന്റുകളിലൂടെയോ അല്ലെങ്കിൽ സംഗതികൾ കടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്യും? എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ള ഫീൽ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കാം? എപ്പോഴും ഒരു ഫിയർ ഉണ്ടാവും, ആരും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാം. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയെ ചെറുപ്പത്തിൽ എങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് എന്തുണ്ടാകും? ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഉണ്ടാവും. എപ്പോഴും ക്ലോസ്നെസ് ആഗ്രഹിക്കും, ക്ലിഞ്ചിനെസ് ഉണ്ടാകും, അതായത് ഒരു സ്ഥലത്തേക്ക് പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സംഗതികൾ, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സംഗതികൾ ഉണ്ടാവും. അടുത്തത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ഫിയർ ഓഫ് ഇന്റിമസി ആൻഡ് സീക്സ്. അടുത്തത് എന്താണ്? ഫിയർ ഓഫ് ഇന്റിമസി ആൻഡ് സീക്സ് ഡിസ്റ്റൻസ്. അടുക്കാൻ പേടിയാണ്, കാരണം അടുത്തു കഴിഞ്ഞ വേദനയാണ്. ഇതിനു മുൻപ് പ്രണയമുണ്ടായി, നല്ല ഇഷ്ടമുണ്ടായി, പക്ഷെ നല്ല ആള് ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തു. അപ്പം പെയിനിൽ നല്ല പെയിൻ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? ഏറ്റവും സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് സ്നേഹം കിട്ടാതാവുകയോ അല്ലെങ്കിൽ ചതിക്കപ്പെടുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ചെറുപ്പത്തില് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചതിക്കപ്പെടലും വഞ്ചിക്കപ്പെടലും നമുക്ക് തോന്നി സ്നേഹിക്കപ്പെടുന്നതിന് പകരം, സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ വേദനിപ്പിക്കപ്പെട്ടു സ്നേഹത്തിന്റെ പേരിൽ, ഫിയർ ഓഫ് എന്തുണ്ടാകും? കമ്മിറ്റ്മെന്റ് ഉണ്ടാകും, ഫിയർ ഓഫ് ഇന്റിമസി ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ ആൾക്ക് പ്രോപ്പറായിട്ട് ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാളുമായിട്ട് എന്ന് വെച്ചാൽ ഒരു ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറും. ഇവർക്ക് എന്തുണ്ടാകും? ഫിയർ ഓഫ് ഇന്റിമസി,
അപ്പോൾ ഒരാളായിട്ട് വല്ലാണ്ട് ഇങ്ങോട്ട് അടുക്കൂല, എത്ര അടുത്താലും ഫുൾ അലോ ചെയ്യൂല. ഓക്കെ. ഇവർ കുറെ കാലം ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കും വെച്ചാൽ ഇവർ വളർന്നു വലുതായി വരുന്ന സമയത്ത് പലതരത്തിലുള്ള എന്താ പറയുക റിലേഷൻഷിപ്പിലേക്കൊക്കെ താല്പര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പോ ഒരുപാട് സംഗതികളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, കണക്ഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇൻസെൻസിറ്റീവ് ആയിട്ട് അവർ മാറും. എന്താ ഇൻസെൻസിറ്റീവ്? ഇപ്പം ഒരാളടുത്ത് നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നു, ആളോട് പോകുന്നു, ആളുമായിട്ട് കണക്റ്റഡ് ആവുന്നു. ഓക്കെ, സീരിയസ് കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റുന്നില്ല, സീരിയസ് ആയിട്ട് പ്രണയിക്കാൻ പറ്റുന്നില്ല, കണക്റ്റഡ് ആയിട്ട് ആ ഒരു സോൾ ലെവൽ കണക്ഷൻ ഫീൽ ചെയ്യില്ല. അതിലേക്ക് പോകുന്നതിന് ഇവർക്ക് പേടിയാണ്. അപ്പൊ ഇവരെപ്പോഴും ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. സ്നേഹം കൊടുക്കും, പക്ഷെ കുറച്ചങ്ങ് കൊടുക്കും, വിഡ്രോ ചെയ്യും, കൊടുക്കും, വിഡ്രോ ചെയ്യും, കൊടുക്കും, വിഡ്രോ ചെയ്യും. എന്താ കാര്യം? ഫുള്ളി ലെവലിൽ ട്രസ്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഇവരുടെ പേടി എന്താ വെച്ചാൽ ഇവർക്ക് ഏറ്റവും പേടി ഇവർ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതായത് നിയന്ത്രണങ്ങൾ, അഗ്രസീവായിട്ട് ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടുള്ള പാരന്റിങ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് എപ്പോഴും പേടിയാണെന്ത്, ഒരാളുടെ അണ്ടറിൽ കൺട്രോൾ ചെയ്യപ്പെടുമോ എന്നുള്ള പേടി. ഇയാൾ എന്നെ കൺട്രോൾ ചെയ്യോ, കൺട്രോൾ ചെയ്യോ, കൺട്രോൾ ചെയ്യോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബോഡി സ്കൂളിൽ ഉണ്ടാക്കിയ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ബോഡി സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു കേസ് ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബോർഡിംഗ് സ്കൂളിൽ പോയിട്ടുള്ള കുട്ടിക്ക് രണ്ട് അനുഭവങ്ങളുണ്ട്. ഒന്ന്, ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. നമുക്ക് നേരത്തെ പറഞ്ഞ ഫിയർ ഓഫ് എന്താ പറയാ അബാൻഡൻമെന്റ് പറഞ്ഞല്ലോ, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ബോർഡിംഗ് സ്കൂളിലൊക്കെ ഭയങ്കരമായിട്ട് നിയമങ്ങളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക ഓർഫനേജുകളിലൊക്കെ ഭയങ്കര നിയമം ഉണ്ടാവും, സ്ട്രിക്റ്റ് നിയമം ഉണ്ടാവും. അപ്പൊ അവിടെ ഭയങ്കര കൺട്രോൾഡ് എൻവയോൺമെന്റിൽ ഫ്രീഡം ഇല്ലാതെ ജീവിക്കായിരിക്കും. സോ ഒരു സൈഡിൽ എന്താ വെച്ചാൽ ചതിക്കപ്പെട്ടതിന്റെ, വഞ്ചിക്കപ്പെട്ടതിന്റെ പെയിന്, മറ്റൊരു സൈഡിൽ എന്താണ്, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതിന്റെ പെയിന്, മറ്റൊരു സൈഡിൽ എന്താണ്, ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഫ്രീഡം ഇല്ല. അപ്പൊ ഫ്രീഡം ആയിരിക്കും ഇവർക്ക് ഏറ്റവും ആഗ്രഹിക്കുക, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവർ ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു സ്ഥലത്ത് ഭയങ്കര കൺട്രോൾഡ് പാരന്റിങ് ആണ്, പാരന്റ്സ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിയർ ഓഫ് അവോയ്ഡൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ എന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യോ, എന്റെ ഭാര്യനെ കൺട്രോൾ ചെയ്യോ, ആ കൺട്രോൾ ആഗ്രഹിക്കില്ല. സ്വാഭാവികമായിട്ട് ഫുള്ളി പിടുത്തം കൊടുക്കില്ല, ഫുള്ളി സ്നേഹത്തിലേക്ക് കൊടുക്കില്ല. സോ ഈ ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ഇവര് ഇതിൽ നിന്ന് പോയിട്ട് ഇവർക്ക് എപ്പോഴാണോ സ്നേഹം കിട്ടുന്നത്, ആ ഒരു അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ അവിടുന്ന് ആ പ്രശ്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. ആ പ്രശ്നം ഫേസ് ചെയ്യാൻ താല്പര്യമില്ല, പ്രശ്നങ്ങൾ താല്പര്യമില്ല ഇവർക്ക്. ഓക്കെ, ദേ ഓൾവേസ് സ്കെയർഡ് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ പ്രശ്നങ്ങളുടെ അവർ എന്ത് ചോദിച്ചാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പം ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരുപാട് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനത്തെ വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടില്ല. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെന്ത് വെച്ചാൽ ഇങ്ങനെ ഇവർക്ക് ഒരു സ്ഥലത്ത് ഒരു സമാധാനം കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പോയി പോയി കുറെ മൾട്ടിപ്പിൾ ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇൻസെൻസിറ്റീവ് ആവും. ഇൻസെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വികാരം ഫീൽ ചെയ്യാൻ കഴിയില്ല, ഇവർക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യാൻ കഴിയില്ല, സ്നേഹം ഫീൽ ചെയ്യാൻ കഴിയില്ല. ഇവരുടെ ഉള്ളിൽ ഒരു കല്ലായി മാറും. ലൈക്ക് അവർക്ക് പിന്നീട് എല്ലാം ജസ്റ്റ് അവരുടെ താൽക്കാലികമായിട്ടുള്ള പ്ലഷർ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സമാധാനം ഉള്ള സംഗതിയിൽ പോയിട്ട് ഇവർക്ക് ഒരാളെയും സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. ദാറ്റ് ഈസ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് കടന്നു പോകുന്ന ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. സോ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ആണോ, നിങ്ങളുടെ പാർട്ണർ ഇതിലേതെങ്കിലും ആണോ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം, ഒന്ന് ചിന്തിക്കാം. സോ അടുത്ത എന്താ പറയുന്നത്, ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ്. എന്താ ഒന്നെന്തായിരുന്നു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, എന്താണ് ഫിയർ ഓഫ് അബാൻഡൻമെന്റ് അല്ലേ. അതായത് എന്നെ ഉപേക്ഷിച്ചു പോവോ. മറ്റെന്താണ് ഫിയർ ഓഫ് ഇന്റിമസി, എനിക്ക് അടുക്കാൻ പേടിയാണ്. അപ്പൊ ഒന്നിന്റെ ഓപ്പോസിറ്റാണ് മറ്റൊന്ന്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് എന്ത്, ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ്. ഇതെങ്ങനെ വരുന്നത്, ചെറുപ്പത്തില് സ്നേഹം കൊടുക്കും പിൻവലിക്കും ഈ പരിപാടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ്. ഒരു വിധം ആൾക്കാരൊക്കെ ഇതിലുള്ളത്. എന്താ കാരണം, മക്കളെ നന്നായിട്ട് സ്നേഹിക്കും, നന്നായിട്ട് അടിക്കും ചെയ്യും, നന്നായിട്ട് വഴക്ക് പറയും, നന്നായിട്ട് ചീത്ത പറയും, അത് ചെയ്യും. അതേപോലെ തന്നെ നന്നായിട്ട് സ്നേഹിക്കും ചെയ്യും. യെസ്. ഈ കുട്ടിക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ, ചെറുപ്പത്തിൽ ഉണ്ടാവുക വെച്ചാൽ ഈ കുട്ടിക്ക് ഏറ്റവും വലിയ പേടി, ഉള്ളിലെപ്പോഴും ആങ്സൈറ്റി ഉണ്ടാവുന്നത്, വിശ്വാസം ഉണ്ടാവില്ല, കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള മനസ്സിലാവുന്നുണ്ടോ? ആള് കൺഫ്യൂസ്ഡ് ആയി പോകും. സ്നേഹം കിട്ടുകയും, അപ്പൊ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ഒരു പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലുകൾ ഡെവലപ്പ് ചെയ്യും. ഈ തരത്തിൽ എന്ത് ചെയ്യും, അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യും.
അപ്പൊ എപ്പോഴും എന്താ വെച്ചാൽ സ്നേഹിക്കും, വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്നേഹിക്കും, പിണങ്ങും, സ്നേഹിക്കും, പിണങ്ങും, സ്നേഹിക്കും, പിണങ്ങും, സ്നേഹിക്കും, പിണങ്ങും. വഴക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പോകും. എന്നാൽ അവിടെ ചെന്നാലും അവിടെ നിൽക്കാൻ വയ്യ. അവിടെ നേരെ വീണ്ടും സ്നേഹം തിരിച്ചു കിടക്കാൻ വരും. പുഷ് ആൻഡ് പുൾ, പുഷ് ആൻഡ് പുൾ, പുഷ് ആൻഡ് പുൾ. സ്നേഹം കുറച്ച് കൊടുക്കും, പിൻവലിക്കും, കുറച്ച് കൊടുക്കും, പിൻവലിക്കും. ദിസ് ഇസ് കോൾഡ് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇനി ഇതൊന്നും അല്ലാത്തൊരെണ്ണമാണ് എന്താ വെച്ചാൽ ഏത്? സെക്യൂർ അറ്റാച്ച്മെന്റ്. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് വെച്ചാൽ കംഫർട്ടബിൾ വിത്ത് ഇന്റിമസി ആൻഡ് സ്പേസ്. ഒരേ സമയം ഒരാളുമായിട്ട് പ്രണയത്തിലാകാനും വളരെ ഇന്റിമേറ്റ് ആകാനും അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റുള്ള ഒരാളുടെ സ്പേസ് മനസ്സിലാക്കി അയാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആങ്സൈറ്റി ഇല്ലാതെ നല്ല രീതിയിലേക്ക് ആൾക്ക് സ്പേസ് കൊടുത്ത് ജീവിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ. അതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ക്ലിയർ ആണോ? യാ. അപ്പോൾ ഈ 4 നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. അത് ഓൾറെഡി അച്ചീവ് ചെയ്തവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. നിങ്ങൾ ഇതിലേതാണ്? ഇനി ഇതിനെ കുറച്ചുകൂടി ഡെപ്തിലൊന്ന് ജസ്റ്റ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട പേടി എന്ന് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള ഭയമാണ്. അവരെപ്പോഴും കോൺസ്റ്റന്റ് വാലിഡേഷൻ, അവർക്ക് എപ്പോഴും അഭിനന്ദനം വേണം, അപ്രീഷിയേഷൻ വേണം. എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, റീ അഷ്വറൻസ് ഭയങ്കരമായിട്ട് വേണം. എന്നെ തന്നെയാണോ സ്നേഹിക്കുന്നത്, വേറെ ആരെ സ്നേഹിക്കുന്നുണ്ടോ, ഇങ്ങനെ സെൽഫ് മനസ്സിലാവുണ്ടോ? അത്തരത്തിലുള്ള തോന്നലുകൾ കൂടുതലായിരിക്കും. ലവ്സ് ഇന്റൻസിറ്റി, ലവ്സ് ഇന്റൻസിറ്റി, ഇവർക്ക് ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി, ഭയങ്കര ഡ്രാമ ഉണ്ടാവും ഇവർക്ക്. മനസ്സിലാവുണ്ടോ? ഡ്രാമ ഉണ്ടല്ലോ. അപ്പൊ ഇവർക്ക് ഇന്റൻസ് ആയിട്ട് സ്നേഹിക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ. അപ്പൊ ഡ്രാമയെ സ്നേഹമായിട്ട് കരുതും. ഭയങ്കര പ്രശ്നമൊക്കെ ഇവരുണ്ടാകും, ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും, പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. സ്നേഹിക്കുന്നില്ല, 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 എന്നെ നോക്കുന്നില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ബിഹേവിയർ എന്താണ്? പെരുമാറ്റം എങ്ങനെയായിരിക്കും? ഓവർ തിങ്കിങ് കൂടുതലായിരിക്കും. ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് ഭയങ്കരമായിരിക്കും. ഭയങ്കരമായിട്ട് ഇമോഷണൽ ഹൈയിലേക്ക് പോകും. ഭയങ്കരമായിട്ട് കരച്ചിലും സന്തോഷം സംഗതിയിലും അതിലും പോകും. അതേപോലെ ഭയങ്കരമായിട്ടുള്ള ദുഃഖം അല്ലെങ്കിൽ സങ്കടം, വിഷമവും, നെഗറ്റീവ് തിങ്കിങ്, അങ്ങനെ ഡൗൺ ആയിട്ട് എനർജി ഒക്കെ ഡൗൺ അങ്ങനെയും പോകും. ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്താണ്? ക്ലിഞ്ചിനെസ് കൂടുതലായിരിക്കും. ഇവരിങ്ങനെ ക്ലിഞ്ചിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക, അതായത് എപ്പോഴും നമ്മുടെ കൂടെ വേണം, കൂടെ വേണം, കൂടെ വേണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഇവർക്ക് കൂടുതലായിരിക്കും. ഇതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? കോർ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഇന്റിമസി, കമ്മിറ്റഡ് ആവാൻ പേടിയാണ്. വാല്യൂസ് ഇൻഡിപെൻഡൻസ് എക്സസീവ്ലി, ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം വേണം എന്ന് ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഫ്രീഡം, ഇനി സ്വന്തം സ്പേസ്, ഫ്രീഡം ആഗ്രഹിക്കും. ആൻഡ് ബിഹേവിയർ എന്താണ്? ഒരു ഫൈറ്റോ മറ്റുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകും, അതിൽ നിന്ന് വിഡ്രോ ചെയ്യും. അതിന് സംസാരിക്കില്ല, ഫൈറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ ഇഷ്ടമല്ല, അത് ക്ലിയർ ചെയ്യാൻ ഇഷ്ടമല്ല. അതിൽ നിന്ന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ സംസാരിച്ച് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നും മിണ്ടാതാവും. ഓക്കെ. അവോയ്ഡ്സ് ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ. ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. അവർ ഡീപ്പ് കണക്ഷൻ അവർക്ക് പേടിയാണ്. സോ ഫൈൻഡ്സ് ഇമോഷണൽ ക്ലോസ്നെസ് ഓവർവെൽമിങ്. ഇമോഷണൽ ക്ലോസ്നെസ് ഭയങ്കരമായിട്ട് വളരെ അടുക്കാൻ വരുമ്പോഴേക്കും ഇവർക്ക് എന്താ വെച്ചാൽ അത് ഓവർവെൽമിങ് ആയിട്ട് തോന്നും, പേടി തോന്നും. ഇതാണ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്. അടുത്തെന്ന് പറയുന്നത് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ആണ്, അല്ലേ? ഇറ്റ്സ് എ മിക്സ് ഓഫ് ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡന്റ്. വാണ്ട്സ് ലവ് ബട്ട് ഫിയേഴ്സ് ഇറ്റ്. സ്നേഹം വേണം പക്ഷെ പേടിയാണ്. അപ്പൊ പുഷ് പുൾ ഡൈനാമിക് ആണ്. പുഷ് ചെയ്യും, പുള്ളയും. അങ്ങോട്ട് തള്ളുന്നു, അതേപോലെ ഇങ്ങോട്ട് വലിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയാണ്. മനസ്സിലാവുന്നുണ്ട്? സോ സൈമൾട്ടേനിയസ്ലി ക്രേവിംഗ് ക്ലോസ്നെസ് ആൻഡ് പുഷിങ് ഇറ്റ് അവേ. സ്നേഹം വേണം പക്ഷെ വേണ്ട, സ്നേഹം വേണം പക്ഷെ വേണ്ട. അപ്പൊ ക്രിയേറ്റ്സ് കെയോസ് അൺകോൺഷ്യസ്ലി. അപ്പൊ അൺകോൺഷ്യസ്ലി കെയോസ് ഉണ്ടാവും. സാബിറ്റാജിങ് സ്റ്റെബിലിറ്റി വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്. സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വന്നാലും ട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇവരെന്താ വെച്ചാല് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. സമാധാനത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും വിശ്വസത്തോട് കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിയില്ല. ട്രസ്റ്റ് ഉണ്ടാവില്ല. സോ സ്ട്രോങ്ങസ്റ്റ് കണക്ഷൻസ് ടു ട്രോമ ഡ്രിവൺ ഡ്രാമ. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും ഇവർക്ക്, എന്ത്? ഡ്രാമയായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ സെക്യൂർ അറ്റാച്ച്മെന്റ് അടുത്ത എന്താ വെച്ചാൽ ഫൈനലി ഉള്ളത് കംഫർട്ടബിൾ വിത്ത് ഇന്റിമസി ആൻഡ് സ്പേസ്. അതായത് ഇന്റിമസിയും സ്പേസിനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കമ്മ്യൂണിക്കേറ്റ്സ് ക്ലിയർലി, കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായിട്ട് നടക്കും. കാരണം ട്രോമാസ് ഇല്ല, ട്രിഗർ ആവാൻ മുറിവുകളില്ല. ഇവർ പീസ്ഫുൾ ആണ്. ആൻഡ് ഫീൽ സേഫ് ഇൻ കാംനെസ്. ശാന്തമായ അവസ്ഥയിലും കാമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, സേഫ്റ്റി ഫീൽ ചെയ്യും ഇവർക്ക്. ബട്ട് അപ്പിയേഴ്സ് ബോറിംഗ് ടു ട്രോമറ്റൈസ്ഡ് ഇൻഡിവിജ്വൽ. ഈ ഒരു അവസ്ഥ ശരിക്കും ബോറിംഗ് ആയിട്ട് തോന്നും ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ.
അപ്പൊ ട്രോമയിലൂടെ കടന്നുപോയ ആൾക്കാർ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ 3 അവസ്ഥകളിലൂടെ കടന്നുപോകും. ദ ക്വസ്റ്റ്യൻ ഈസ് വെയർ ആർ യു? നിങ്ങൾ ഇതിലേതാ? പറയും. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമുക്ക് ഡിസ്കഷൻ, ദിസ് ഇസ് ടൈം ഫോർ ഡിസ്കഷൻ. ആൻഡ് വാട്ട് ഡിഡ് യു ഫീൽ? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇതിലേതാണ് നിങ്ങൾ? നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സംഗതികളുമായി ബന്ധപ്പെട്ട് വാട്ട് ഡിഡ് യു ഫീൽ? നിങ്ങളുടേത് ഏതാണ്? ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടാവും. സെക്യൂർ ആണെന്നും പറയണ്ട, സെക്യൂർ നിങ്ങള് ആണ് പറഞ്ഞു. പറഞ്ഞുതരാം. ഹലോ, എങ്ങനെ? അവോയ്ഡ് അറ്റാച്ച്മെന്റ് ഇല്ലേ? ആ അതിലും പറഞ്ഞില്ല, നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ കഴിയില്ലെന്ന്, മനസ്സ് അതെ. കല്ല് പോലെ വന്ന്. ആ ഓക്കെ. ഇപ്പൊ ഞാൻ ഫീലിംഗ് ചെയ്യുന്നില്ലേ, ഫീലിംഗ് വരുന്നില്ല. ആ സിറ്റുവേഷൻ, നമ്മൾ പശ്ചാത്തലത്തിലെ സിറ്റുവേഷൻ എടുത്ത് ഫീൽ ചെയ്യുമ്പോൾ ആ ഇപ്പൊ ഉം. ഫീലിംഗ് കിട്ടുന്നില്ല. ഉം. അതല്ല, അത് വേറെ കാര്യമാണ്. ഞാൻ ഞാൻ അതിനാമിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉം. ഇതും ഇതിപ്പോ മനസ്സിലായി നമുക്ക്. സ്നേഹം സ്നേഹം ഫീൽ ചെയ്യാൻ കഴിയില്ല എന്നല്ല. അതല്ല അതും അതല്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ അത് വേറെ കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് പെയിൻ ഇനി ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് അതല്ല. ഫീലിങ്സ് എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, പ്രണയം ഒരാളോട് ഫീൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള, പ്രണയം എന്ന് പറഞ്ഞ ഫീലിംഗ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പ്രണയം എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പ്രയാസമാണ്. ഏത്? അവോയ്ഡന്റ് അറ്റാച്ച്മെന്റിലൂടെ കടന്നുപോയ ആൾക്കാരെ സംബന്ധിച്ചോളം ഇവരിങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇവർക്ക് സ്നേഹം വേണം, പ്രണയം വേണം, ഇഷ്ടം വേണം, താല്പര്യമുണ്ട്, ഇവർക്ക് പ്രണയിക്കാൻ കഴിയും, റൊമാൻറ്റിക് ആണ്, ഒക്കെയാണ്. പക്ഷേ പ്രണയത്തിന്റെ ഒരു പ്യൂരിറ്റി ഉണ്ട്. പ്രണയത്തിന്റെ ഒരു ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ഫീലിംഗ് ഉണ്ട്. എനിക്ക് ഒരാളോട്, എനിക്ക് അയാളെ തന്നെ മതി എന്ന് തോന്നുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ, അയാളിൽ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം ഫീൽ ചെയ്യുന്ന, അയാളോട് കമ്മിറ്റ്മെന്റ് ഫീൽ ചെയ്യുന്ന, ഭയങ്കര സ്നേഹം ഫീൽ ചെയ്യുന്ന, എനിക്ക് അയാളെ കഴിഞ്ഞ് വേറൊരാളെ കാണാൻ കഴിയില്ല എന്നുള്ളൊരു ഭയങ്കര ശുദ്ധമായ ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് അനുഭവിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ആ ഫീലിംഗ് പ്യൂറായിട്ട് അനുഭവിക്കാൻ കഴിയില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ സ്ട്രഗിൾ ദേ ഫേസ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്ക് എന്താ വെച്ചാൽ, ഒരു അതും ഈ പ്രണയമാണെന്ന് ഞാൻ പറയുന്നില്ല, ശുദ്ധമായ പ്രണയത്തിനെക്കാട്ടിലും അതും ഒരു പേടിയിൽ നിന്നുള്ള പ്രണയമാണ്. മനസ്സിലാണ്? പ്രണയമല്ല അതും എന്താണ്? മറ്റൊരു തരത്തിലുള്ള പ്രശ്നമാണ്. പക്ഷെ അയാൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരാളോട് പ്രണയം തോന്നാം, പക്ഷെ അവിടെയും ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രണയമായിരിക്കില്ല അത്. ഇയാൾക്ക് ഒരാളോട് തോന്നുന്ന പ്രണയത്തിനപ്പുറത്തേക്ക് ഇയാളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റിയാണ്, ഇയാളുടെ ഉള്ളിലുള്ള പെയിൻ ആണ്. എന്ത്? ഇയാൾ എന്നെ ഇട്ടേച്ചു പോവുക. കാരണം ചെറുപ്പത്തിൽ ഫാദർ നോക്കേണ്ട രീതിയിൽ നോക്കിയില്ല, മദർ നോക്കേണ്ട രീതിയിൽ നോക്കിയില്ല, അല്ലെങ്കിൽ അവരുടെ ഫാദറിന്റെയോ മദറിന്റെയോ ഇടയിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കുട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. സോ ഇങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നതാണ്, വാട്ട് ഹാപ്പൻസ്, ഈ കുട്ടിക്ക് ഇതേ പേടി ഉണ്ടാവും, അന്ന് ഉപേക്ഷിച്ച പോലെ, അല്ലെങ്കിൽ അന്ന്. സോ ഈ ഫിയർ ഉള്ളിൽ കയറും. ദിസ് ഇസ് കോൾഡ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്. അപ്പൊ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ട് പോയി, എനിക്ക് സ്നേഹം തരില്ല, എന്നെ ഉപേക്ഷിക്കുക എന്നുള്ള ഫീലിംഗ്. ഇതിന്റെ രണ്ടും ഒരേ സമയത്ത് സംഭവിക്കുന്നതാണ് എന്ത്? ഡിസോർഗനൈസ്ഡ്. ക്ലിയർ ആണോ? അതായത് ആങ്ഷ്യസ് ആണോ ആങ്ഷ്യസും ആണ്, എന്നാലോ അവോയ്ഡന്റ് ആണോ അവോയ്ഡന്റും ആണ്. ഇത് രണ്ടും ഉണ്ടായ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത് ഭയങ്കര, ചില സമയത്തൊരു ആങ്ഷ്യസ് ആവും, ചില സമയത്ത് അവോയ്ഡന്റ് ആവും. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. സെക്യൂർഡ് ആയിട്ടുള്ള, അപ്പൊ ഈ ട്രോമാസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇതില് നമ്മുടെ താഴെ നിന്ന് കമന്റ് ചെയ്ത്, ഏതാണ് നിങ്ങൾ? സെക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം, ആങ്ഷ്യസ് ആണെന്നുണ്ടെങ്കിൽ എ എന്ന് കമന്റ് ചെയ്യാം, ആങ്ഷ്യസ് എന്നുള്ളതിന് ANX എന്ന് കമന്റ് ചെയ്യാം, ANX, ആങ്ഷ്യസ്. ഓക്കെ, ഇനി അതെല്ലാം അവോയ്ഡന്റ് ആണെന്നുണ്ടെങ്കിൽ AVD എന്ന് കമന്റ് ചെയ്യാം, AVD, അവോയ്ഡന്റ്, വാട്ട് എവർ ഇറ്റ് ഇസ്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഇതിൽ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ പറ്റി ഫീൽ ചെയ്യുന്നത്? ജസ്റ്റ് കമന്റ് ഔട്ട്. ഓക്കെ, ജസ്റ്റ് കമന്റ് ഔട്ട്. സോ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്. ഓക്കെ, കമന്റ് ചെയ്യൂ എല്ലാവരും. ഓക്കെ, താങ്ക് യു സുൽഫ ഫോർ കമന്റിങ്. എനിവൺ എൽസ്? പലർക്കും കമന്റ് ചെയ്യാൻ പേടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ANX. ഓക്കെ, 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 ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, സോറി. യാ, ANX. ഓക്കെ,
റഹീബ് NX ഓക്കെ. അപ്പൊ അധികം ആൾക്കാർക്ക് എന്താ വെച്ചാൽ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് അവോയ്ഡൻസ് ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ DIS എന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, DIS. അപ്പൊ നമ്മളുടെ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ ബേസ് ചെയ്തുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ നമുക്ക് നമ്മളുടെ വൈ ട്രോമ ലവ്സ് ഡ്രാമ, എന്തുകൊണ്ട് ട്രോമ സ്നേഹത്തിനെ, സോറി, എന്തുകൊണ്ടാണ് ട്രോമ ഡ്രാമയെ ഇഷ്ടപ്പെടുന്നത്? പ്രിഡിക്റ്റബിലിറ്റി ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി. അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ള സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥ പ്രഡിക്റ്റബിൾ ആണ്. അതായത് എപ്പോഴും നമ്മളുടെ പ്രഡിക്റ്റബിലിറ്റി ഭയങ്കര രസമാണ്, അൺപ്രഡിക്റ്റബിൾ ആവുന്ന ഭയങ്കര രസമായിട്ട് തോന്നും. ഇമോഷണൽ സ്പൈക്സ് ഭയങ്കരമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന സമയത്ത് ഇമോഷൻസ് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കും. സോ അപ്പൊ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? വി അലൈവ്, വി ഫീൽ അഡ്വഞ്ചറസ്, വി ഫീൽ ഭയങ്കര ത്രില്ലായിട്ട് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ സിനിമ നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വളരെ അവാർഡ് ഫിലിംസ് ഒന്നും പലരും എൻജോയ് ചെയ്യില്ല. എന്താ കാര്യം? പണ്ടൊരു അവാർഡ് ഫിലിംസ് എന്ന് പറഞ്ഞ സിനിമകൾ ഉണ്ടാവായിരുന്നു അല്ലെ? ഓക്കെ. അവാർഡ് ഫിലിംസ് എന്ന് വെച്ചാൽ പറയുന്ന ഒരു അങ്ങനെ ഒരു അവാർഡ് മൂവി പോലെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയും ചിലര്. എന്താ അവാർഡ് മൂവി? ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എന്താണ് ബോറിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടമല്ല. എപ്പോഴും സിനിമയിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കണം, ഭയങ്കര പ്രശ്നം, അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഭയങ്കര രസമല്ലേ? ഒരു പ്രോബ്ലം സംഭവിക്കുന്നു, അതിൽ കൊലപാതകമാവാം, അല്ലെങ്കിൽ സീരിയൽ കില്ലിംഗ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികളാവാം. എന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ അന്വേഷണം നടക്കുന്നു, എന്നിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അടി ഉണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, അങ്ങനെ വിഷയങ്ങളുണ്ടാകും. വാട്ട് ഹാപ്പൻസ്? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആൾക്കാർ? അത് ഭയങ്കര രസമായിട്ട് തോന്നും, കാരണം ബ്രെയിന് അത് ഭയങ്കര കിക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതിൽ അൺസെർട്ടിനിറ്റി ഉണ്ട്, അതിൽ സസ്പെൻസ് ഉണ്ടാവും, അതിൽ ത്രില്ല് ഉണ്ടാവും, അതിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാവും, അതിൽ അഡ്വഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യും. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കിക്ക് കിട്ടുന്ന ഒരു സാധനമായിട്ട് ഉണ്ട്. സോ ഇതേ സാധനം നമ്മൾ നമ്മളുടെ ലൈഫിൽ ട്രോമ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇതേ ഡ്രാമ നമ്മുടെ റിയൽ ലൈഫിൽ, സിനിമയിൽ കാണുന്ന പോലെ തന്നെ റിയൽ ലൈഫിൽ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കും. അതുണ്ടാകുമ്പോഴാണ് നമുക്കൊരു രസമുള്ളൂ, അതുണ്ടാകുമ്പോഴേ നമുക്കൊരു ത്രില്ലുള്ളൂ. ക്ലിയർ ആണ്? അതില്ലെങ്കിൽ ഇതേപോലെ ഒരു അവാർഡ് പടം പോലെ സിനിമ നമ്മുടെ ഫാമിലി ലൈഫ് ഇങ്ങനെ പോകും, ഒരു ബോറിംഗ് ആയിട്ട്. ഏത്? ശാന്തമായ ഒരവസ്ഥ. അപ്പൊ ചെറുപ്പം മുതൽ ട്രോമ അതായത് അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ആളുകൾ, പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അല്ലെ? ആ, പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അപ്പോഴേ ഒരു രസമുള്ളൂ എന്നുള്ള രീതിയിൽ. അത് കുറെ ആൾക്കാർ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങളില്ലാതെ എന്ത് രസം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ? അതൊരു ഫിലോസഫിയാണ്. അപ്പൊ ചെറുപ്പം മുതലേ ട്രോമ എന്ന് പറഞ്ഞ് ചെറുപ്പം മുതലേ പ്രശ്നങ്ങളാണ്. അപ്പൊ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി പ്രശ്നങ്ങളാണ് പരിചയം. പരിചയമുള്ളതിനെയാണ് ഇഷ്ടം. പ്രശ്നമില്ലാത്ത അവസ്ഥ ചെറുപ്പം മുതലേ ഇല്ല. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പെയിൻ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ചതിക്കപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, സ്നേഹം കിട്ടിയില്ല, വഴക്കുണ്ടായിട്ടുണ്ട്, പീഡനം ഉണ്ടായിട്ടുണ്ട്, പണിഷ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? പെയിൻ ആണ്. സോ പെയിൻ ആണ് പരിചയം ഉണ്ടായിരുന്നത്, വേദനകളും സങ്കടങ്ങളുമാണ് പരിചയം. കാലം തൊട്ടേ ഇതാണ് പരിചയം. അപ്പൊ ബ്രെയിൻ എന്താണെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഇതിന്റെ ഇടയിൽ എന്താ വെച്ചാൽ കിക്ക് കിട്ടും. അപ്പൊ നല്ലോണം അപ്പ് പീക്കിലേക്ക് നല്ല ഏറ്റവും നല്ല വിഷമത്തിൽ നിൽക്കുമ്പോൾ ചെറിയൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നേരെ പീക്കിലേക്ക് പോകും. അവിടുത്തെ പ്രശ്നം, അല്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു എന്താ പറയുക, വേറെ പ്രശ്നം ഉണ്ടാകുമ്പോൾ താഴേക്ക് വരും. എന്നിട്ട് വീണ്ടും ആ പ്രശ്നം തിരിച്ചു കയറുമ്പോൾ ഭയങ്കര സുഖം. ഈ സാധനം ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു കിക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ കാണുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ. സോ അത് തന്നെയാണ് പരിചയം. സ്വാഭാവികമായിട്ടെന്ന് വെച്ചാല് അതിനൊന്നും അത്തരത്തിലുള്ള അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, ശാന്തത, സമാധാനം. ഇത് ബോഡിക്ക് പരിചയമില്ല. അപ്പൊ ഈ പരിചയമില്ലാത്തൊരു സാധനം വരുമ്പോൾ ത്രെട്ടായിട്ട് ഫീൽ ചെയ്യും. ത്രെട്ട് എന്താണ്? പേടിയോ? ലൈക്ക് അതിനെ അടുപ്പിക്കൂല. ശാന്തത ബോറിങ് ആണ്, സമാധാനം ബോറിങ് ആണ്. അപ്പൊ ബോറിങ് നമുക്ക് വേണ്ട. അവാർഡ് സിനിമ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ സമാധാനമുള്ള ജീവിതം നമ്മൾ അവോയ്ഡ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യണം? ഇടയ്ക്ക് പ്രശ്നങ്ങൾ വേണം. ഒരു തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല, ഒരു സ്റ്റുഡന്റ് അവരുടെ ഹസ്ബൻഡ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു, വൈഫിനെയും കൊണ്ടുപോയി. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഹീലിംഗ് തുടങ്ങി. പക്ഷെ ഹസ്ബൻഡ് നല്ലോണം സീരിയസ് ആയിട്ട് ഹീൽ ചെയ്തു. അയാൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? പീസ്ഫുൾ ആയി മാറി, അടിപൊളി കാമായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പം ട്രെയിനറോട് അല്ലെങ്കിൽ ഹീലറോട് വൈഫ് പറയാണ്, എനിക്ക് എന്റെ പഴയ ഹസ്ബൻഡിനെ വേണം. എന്താ കാര്യം?
ഇപ്പൊ ഞാനൊരു വഴക്കുണ്ടാക്കിയാൽ എന്നോടൊന്നും പ്രതികരിക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊന്നും പ്രതികരിക്കും. എനിക്ക് വഴക്ക് കൂടാൻ ആള് വേണം. ഇവിടെ എനിക്ക് വഴക്ക് കൂടാൻ ആൾ വേണം. എന്നോട് വഴക്ക് കൂടുന്നില്ല, അപ്പൊ എനിക്കൊരു സ്നേഹമുള്ളത് പോലെ ഫീൽ ചെയ്യുന്നില്ല, എനിക്കൊരു ഇന്റിമസി ഫീൽ ചെയ്യുന്നില്ല, ഒരു ഇന്റൻസിറ്റി. എന്താ കാര്യം? പുള്ളിക്കാരിക്ക് ട്രോമയും സംഗതികളോട് അഡിക്ഷൻ ഉണ്ട്. ഇവിടെ സോ ഹാപ്പൻസ്, ആ അഡിക്ഷൻ ഉണ്ട്. ആ അഡിക്ഷൻ എന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആൾക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല, ത്രില്ലില്ല സംഗതികളിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അധികം ആൾക്കാരും കടന്നു പോകുന്നത്. സോ ലൈഫിൽ എന്ത് ചെയ്യുക, ഹീൽ ചെയ്യുക, അവനവന്റെ ഏരിയാസ് ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. സോ ഇവർ നോർമലി എന്താ ഫൈറ്റ് ഉണ്ടാകും, എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്കപ്പ് ആവും, വീണ്ടും റീകണക്ട് ചെയ്യും. അപ്പൊ ഭയങ്കര സ്നേഹം, ടോക്സിക് ലവ് എന്ന് അതിനെ വിളിക്കുക. ടോക്സിക് ലവ് സൈക്കിൾ ആണിത്. അഡിക്ഷൻ ടു ഇന്റൻസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അവോയ്ഡന്റ് അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് അല്ലെങ്കിൽ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ മൂന്നെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ടോക്സിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണ്. അതിലൂടെ വരുമ്പോൾ അഡിക്ഷൻ ഇത്തരത്തിലുള്ള ഇന്റൻസിറ്റി, തീവ്രമായ ഇമോഷണൽ സംഗതികളോട് അഡിക്ഷൻ ഉണ്ടാവുകയും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഫൈറ്റ് മോഡിലേക്ക്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫൈറ്റ് ആവും, പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും, ബ്രേക്കപ്പ് ആവും, പിണങ്ങി നിൽക്കും, പിന്നെ വീണ്ടും ഒന്നിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും ഹൈ ലെവലിലേക്ക് ഭയങ്കര കിക്ക് കിട്ടും, ഭയങ്കര സന്തോഷം കിട്ടും, സ്നേഹം കിട്ടും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഫൈറ്റ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഫൈറ്റ്, വീണ്ടും ബ്രേക്കപ്പ്, വീണ്ടും കാണും. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഇതിലൂടെ കടന്നുപോയി ഒരാൾ എന്താകും, അയാളുടെ ഒന്നോ രണ്ടോ ആൾക്കാർ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് അയാളുടെ ലൈഫ് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി വീക്ക് ആയിപ്പോയി. രണ്ടുപേരും ഡ്രെയിൻ ആവും, രണ്ടുപേരും ഡൗൺ ആയിപ്പോയി. അങ്ങനെ വലിയൊരു ഗ്യാപ്പ് രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടാവും, വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ രണ്ടുപേരും ഇതേപോലെ ആയി മാറും. മറ്റൊരാൾ ട്രോമയിലൂടെ കടന്നുപോയ ആ ആളെ പോലെ മറ്റേ ആളും മാറും. ഒന്നുകിൽ ആങ്ഷ്യസോ അല്ലെങ്കിൽ അവോയ്ഡന്റോ അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡോ ആയി മാറും. ഇതിലേതെങ്കിലും സംഗതിയിലേക്ക് എന്ത് ചെയ്യും, വളരെ സെക്യൂർ ആയിട്ട് നിന്നിരുന്ന ഒരാൾ വരെ മാറിയിട്ട് അയാൾ എന്ത് ചെയ്യും, ഇന്നേ വരെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ദേഷ്യപ്പിടിക്കുന്ന ഒരാളായിരുന്നില്ല, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ആയി പോയി. എത്ര പേർക്കുണ്ട് അങ്ങനെ? ചില ആൾക്കാരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവരെ പോലെ ആയിപ്പോകും, അല്ലെങ്കിൽ അവരെ പോലെ വഴക്ക്, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, സംഗതികൾ. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പണ്ട്, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് മീന്ന് കമന്റ് ചെയ്ത്. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഞാനിപ്പോ ഇങ്ങനെയായി. മനസ്സിലാവുന്നുണ്ടോ? Yeah. ഇത് ഇതിങ്ങനെ അതിലൂടെ കടന്നു പോകുന്ന ഒരു അഡിക്ഷൻ ഉണ്ടാവും, ഡോപ്പമീൻ, ഇമോഷണൽ ഡിപ്പെൻഡൻസി ആൻഡ് സിമിലർ ടു അഡിക്ഷൻ പാറ്റേൺസ്. അപ്പോൾ റിയൽ ലവ് വേഴ്സ് ട്രോമ ബോണ്ട്, ഭയങ്കരമായിട്ടുള്ള യഥാർത്ഥ സ്നേഹം നമുക്ക് ഉണ്ടാവുകയും ദെൻ ട്രോമ ബോണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ കേൾക്കേണ്ട ഒരു വാക്കാണ് ട്രോമ ബോണ്ട്. എന്താണ് ട്രോമ ബോണ്ട്? ഇന്റൻസ് ആയിട്ടുള്ള, അൺസ്റ്റേബിൾ ആയിട്ടുള്ള, എനർജി ഡ്രെയിനിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനോട് ഭയങ്കരമായിട്ട് ഇന്റൻസിറ്റി ഫീൽ ചെയ്യുന്നതിനെ പറയുന്നതാണ് ട്രോമ ബോണ്ട്. ഹെൽത്തി ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാം, കൺസിസ്റ്റന്റ് ആൻഡ് സേഫ്. മോസ്റ്റ് പീപ്പിൾ ചൂസ് ദ ഫസ്റ്റ് ബിക്കോസ് ഇറ്റ് ഫീൽ സ്ട്രോങ്ങർ. അതായത് രണ്ട് തരത്തിലുള്ള സ്നേഹമുണ്ട്. ഒന്ന് ട്രോമ ബോണ്ട് എന്ന് പറയുന്ന സ്നേഹം, മറ്റൊന്ന് ഹെൽത്തി ലവ് എന്ന് പറയും. ഈ ട്രോമ ബോണ്ട് ആണ് അധികം ആൾക്കാർ ചൂസ് ചെയ്യുക. എന്താ ട്രോമ ബോണ്ട് ചൂസ് ചെയ്യാനുള്ള കാരണം? ബിക്കോസ് അതിലാണ് പ്രശ്നങ്ങളുള്ളത്, അതിലാണ് തീവ്രതയുള്ളത്. പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ സ്നേഹം ഭയങ്കര തീവ്രമായിട്ട് ഫീൽ ചെയ്യും. ഏത്, മനസ്സിലായോ? സമാധാനമുള്ള, വളരെ കൂളായിട്ടുള്ള രണ്ട് ഹസ്ബൻഡും വൈഫും മാരേജ് ഒക്കെ കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ സെക്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എത്താറുണ്ട് ചില ഫാമിലീസ്, അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന അത്ര വഴക്കപ്പുണ്ടോ? ചിലരത് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ വഴക്കൊന്നും ഇല്ലാതെ കുറെ, ഇപ്പൊ എന്താ വെച്ചാൽ വഴക്കൊന്നുമില്ല, പക്ഷെ ഒരു ബോറിങ്ങാ, ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നു, ഒരു 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 അങ്ങനെ പോകുന്നു. പക്ഷെ ആക്ച്വലി എന്താ സംഭവിച്ചാൽ ഇവരൊക്കെ വഴക്ക് ചെയ്ത് ഒരു മടുത്ത് ഇവരെന്താ വെച്ചാൽ ഒരു പീസിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഫാമിലീസ് ഉണ്ട്, കുറെ കപ്പിൾസ് ഉണ്ട്. ദേ ഗോ ത്രൂ ആൻഡ് ദെൻ അവരെന്ത് ചെയ്യും, കുറെ വിടും, വഴക്കില്ലാതെ ഇങ്ങനെ പോകാൻ ശ്രമിക്കും. പക്ഷെ അതൊരു സെക്യൂർ ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ അവരുടെ ഇടയിൽ ഒരു സ്നേഹം ഡെവലപ്പ് ആയിട്ടുണ്ട്.
പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്നേഹം. ആ സ്നേഹം നെർച്ചർ ചെയ്യുകയും കൂടുതൽ ഹീലിംഗും കൂടെ ചെയ്തിട്ട് അതിനെ കൂടുതൽ പീസ്ഫുൾ ആക്കി ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉള്ളിൽ വിഷമം ഉണ്ടാവില്ല. ഉള്ളിൽ ഒരു മഴ പെയ്യാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ഡ്രൈ ലൈഫ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പതുക്കെ എത്തിത്തുടങ്ങും. ആ എത്തിത്തുടങ്ങുന്നിടത്താണ് എന്ത് ഹെൽത്തി ലവ് എന്ന് പറയുന്നത്. അത് കാമായിരിക്കും, പീസ്ഫുൾ ആയിരിക്കും. പുറമേ നിന്ന് നോക്കുന്ന ട്രോമയും ഡ്രാമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് എന്താണ്? ബട്ട് ദേ വാണ്ട് ഇന്റൻസിറ്റി. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻസ് വേണം, ഇന്റൻസ് ആയിട്ടുള്ള പ്രണയം വേണം, ഇന്റൻസ് ആയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തും. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എവിടെയും പോയിട്ട് തപ്പി ഉണ്ടാക്കിയെടുക്കും. സോ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബട്ട് ഇറ്റ് ഈസ് നമ്മള് നമ്മളുടെ ലവ് ഹെൽത്തി ആക്കി മാറ്റണം. കാം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, സേഫ് ആയിരിക്കണം. ഇതിലേക്ക് വരണം. ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിലേക്കുള്ള വഴിയിലാണ്. കാരണം കുറെ കാലം ട്രോമ ബോണ്ടിലൂടെയും, അല്ലെങ്കിൽ ട്രോമ ബോണ്ട് നല്ല കുറെ കാലം അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇന്റൻസ് ആയിട്ടുള്ള പെയിനിലൂടെയും വഴക്കുകളുടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് ഇവർക്ക് എന്താ സംഭവിക്കണേ ഇവർക്ക് തന്നെ അറിയില്ല. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് ഇവർക്ക് തന്നെ അറിയില്ല. പക്ഷെ അവസാനം മടുക്കും, ഇനി സംസാരിക്കാൻ വയ്യ, വഴക്ക് കൂടാൻ വയ്യ. പക്ഷെ എന്തുണ്ടാകും? അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഉള്ളിൽ ഒതുക്കി സഹിച്ച് ഇങ്ങനെ ഒരു പീസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പക്ഷെ ഒരു എന്തില്ല, പ്രണയമില്ല, ഒരു ഭയങ്കര ഒരു സ്നേഹമില്ല. അവിടെയാണ് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറിവൊക്കെ മാറി നമ്മൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ലവ് ഡെവലപ്പ് ആകും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ദാറ്റ് വിൽ ബി മോർ ബ്യൂട്ടിഫുൾ. അപ്പൊ അത് അച്ചീവ് ചെയ്യും. അതല്ലാതെ വേറെന്താ ഉള്ളത്? ട്രോമ ബോണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഭയങ്കര വഴക്കാ, എന്നെ അങ്ങനെ ചീത്ത പറയും, ഇങ്ങനെ പറയും, പക്ഷെ എന്നാലും ഇക്കാക്ക് എന്നെ ഭയങ്കര സ്നേഹം. ഭയങ്കര വഴക്കാ, പക്ഷെ എന്റെ വൈഫ് ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ഭയങ്കര സ്നേഹ. കോൾ ഇട്ടിച്ച് പോകാൻ കഴിയില്ല, എന്റെ ഇക്കാനെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ദിസ് ഈസ് കോൾഡ് ട്രോമ ബോണ്ട്. ഹലോ, മനസ്സിലായോ? ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പെയിനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടോക്സിക് ആണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷെ എനിക്ക് അവളെ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ആ ആളില്ലാതെ എനിക്ക് ജീവിതം സങ്കല്പിക്കാം. ദിസ് ഇസ് കോൾഡ് ട്രോമ ബോണ്ട്. അതായത് ഒരാൾ നമ്മളോട് ചെയ്യുന്ന എന്താ പറയാ ദ്രോഹം, നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ആ വേദനയോട് നമുക്കൊരു അഡിക്ഷൻ ഉണ്ട്. ആ വേദനിപ്പിക്കപ്പെടുന്നതിലൂടെ കടന്നുപോയിട്ട് പിന്നീട് ഉണ്ടാകുന്ന ഭയങ്കര ഇന്റൻസ് ആയ സ്നേഹത്തിനോട്, ആ ഡോപ്പമീൻ എഫക്റ്റിനോട് നമ്മൾ അഡിക്റ്റഡ് ആയി നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണെന്ന് വെച്ചാൽ ദാറ്റ്സ് കോൾഡ് ഡ്രാമ. ആ ഡ്രാമയിലൂടെ നമ്മൾ അഡിക്റ്റഡ് ആയി പോകും. ആ ഡ്രാമയുടെ അഡിക്റ്റ് ആകുന്നതിന് പറയുന്ന പേരാണത് ട്രോമ ബോണ്ട്. കാരണം ട്രോമയുമായിട്ടാണ് ബോണ്ട്, ഈ വ്യക്തിയുമായിട്ടല്ല ബോണ്ട്. ഹലോ, നിങ്ങൾ പണ്ട് അനുഭവിച്ചിട്ടുള്ള ട്രോമയായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം. ട്രോമ അനുഭവിക്കുന്ന ട്രോമയുമായിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഇയാളെ അല്ല ഇഷ്ടപ്പെടുന്നത്. ആ ട്രോമയിലൂടെ കടന്നു പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. കാരണം ട്രോമ വരണം, എന്നിട്ട് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആവും. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ റീകണക്ട് ചെയ്യും. ഭയങ്കര ഇന്റൻസ് ലവ്, ഭയങ്കര ഇഷ്ടം, സ്നേഹം കിട്ടണം, നശിപ്പിക്കും, നഷ്ടപ്പെടണം, നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും തിരിച്ചു കിട്ടണം. ഫൈറ്റ്, അല്ലേ? ഭയങ്കര ലവ്, കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാല് ഫൈറ്റ്, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഇത് മണിക്കൂറുകൾക്ക് സംഭവിക്കുന്നവരുണ്ട്, ഇത് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നവരുണ്ട്, അല്ലേ? എല്ലാ ദിവസവും ഒരു ഫൈറ്റിലാണെങ്കില്ല, അതേപോലെ തന്നെ പിന്നെ ഭയങ്കര ഇണക്കുരുവികളായിരിക്കും. വീണ്ടും ലവ് ബേർഡ്സ്, അഗെയിൻ ദേ ഫൈറ്റ്, then the lovebirds again they fight, and you love this bonding. What? ഈ ട്രോമ ഉണ്ടല്ലോ, ഈ ഡ്രാമ, അതിനോടാണ് നിങ്ങൾക്ക് ബോണ്ട് ഉള്ളത്, ബന്ധമുള്ളത്, ഈ വ്യക്തിയോടല്ല. ഹലോ, വലിയ റിയലൈസേഷൻ വരാണ്. ഒരു ബോംബ് പൊട്ടാണ്, ബൾബ് കത്താണ്, റിയലൈസേഷൻ വരികയാണ്. വാട്ട് ആർ യു? നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഇയാളോട് ബന്ധം ഉണ്ടാകുന്നത് അത് വേറെയാണ്. അതെങ്ങനെയാണ് അയാളോട് ബന്ധമുണ്ടെന്നുള്ളത്? അപ്പോൾ അത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഈ ട്രോമാസ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുന്ന ഒരു ലവ് ഉണ്ട്. ദാറ്റ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ? അതായത് എൻ്റെ മക്കളുടെ പിതാവാണ്, എൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച മനുഷ്യനാണ്, ആ, അയാൾ എന്നെ ശരിക്കും കെയർ ചെയ്യാറുണ്ട്.
അയാൾ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രാമ ഉണ്ടാകുന്ന സമയത്തോ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തോ അല്ലാതെ തന്നെ നിത്യേന ഡെയിലി എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എൻ്റെ മക്കളെ, എൻ്റെ കാര്യങ്ങൾ. സോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, വിച്ച് ഈസ് വെരി ഹാർഡ്. സോ വാട്ട് ഈസ് ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലവ് ഇസ് നോട്ട് റൊമാൻസ്, ലവ് ഇസ് നോട്ട് കിസ്സിങ്, ലവ് ഇസ് നോട്ട് എന്താ പറയുക ഹഗിങ് ആൻഡ് മേക്കിംഗ് ലവ്, ലവ് മേക്കിംഗ്, ഈ സാധനങ്ങളല്ല. ലവ് ഇസ് വാട്ട് ഈസ് ദ അതർ പേഴ്സൺ റെഡി ടു സാക്രിഫൈസ്. എന്നെ എപ്പോഴും എടുത്തിങ്ങനെ കൊണ്ടു നടക്കണം, എനിക്ക് വാലിഡേഷൻ തരുന്ന വാലിഡേഷൻ അല്ലല്ലോ. എന്താണ് ലവ്? ആ പേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തു, എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സഹിക്കുന്നു, എന്തെല്ലാം പെയിനിലൂടെ കടന്നു പോകുന്നു, എന്തെല്ലാം ഉപേക്ഷിക്കുന്നു. ഈ വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, എനിക്ക് വേണ്ടി എന്നെ ലിറ്ററലി എന്നെ കെയർ ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ഈസി. ഈ വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് പൈസ തരുന്നു, എനിക്ക് വേണ്ടി പലരും പറയില്ലേ ഒരുപാട് പൈസ തന്നിട്ട് കാര്യമില്ല, സ്നേഹമില്ല. എടോ പൈസയാണ് സ്നേഹം. ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് വീട്ടിലേക്ക് സംഗതികൾ കൊണ്ടുവരുന്നു, അതാണ് സ്നേഹം. അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് കുറെ പൈസ കിട്ടിയാൽ അത് മതിയാവുമോ? അത് മതിയാവില്ല. ഇത് മതിയാകാത്തത് നിന്റെ ഡ്രാമയും ട്രോമയും അതിൽ നിന്നുള്ള നിന്റെ നീഡുമാണ്, നത്തിങ് എൽസ്. അത് നിനക്ക് ഒരിക്കലും മതിയാവില്ല. പൈസ എന്നല്ല, വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഇറ്റ് വിൽ നോട്ട് ബി ഇനഫ് ഫോർ യു ബിക്കോസ് യു ആർ അഡിക്റ്റഡ് ടു ട്രോമ. യു ഹാവ് എ ട്രോമ ബോണ്ട് ഇഷ്യൂ. ക്ലിയർ ആണോ? ഇതേപോലെ ഭാര്യ, ഇവര് മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ, കടമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഷീസ് നോട്ട് ലവിങ് മീ, ഷീസ് നോട്ട്. സോ ദീസ് കൈൻഡ് ഓഫ് കംപ്ലൈൻറ്റ്സ് കംസ് ഫ്രം ദ നീഡ് ഓഫ് വാലിഡേഷൻ വി ആർ സീക്കിങ്. നമ്മൾ സീക്ക് ചെയ്യുന്ന ഒരു വാലിഡേഷൻ ഉണ്ട്, അതിൽ നിന്നാണ് ഇത് സാധനം വരുന്നത്. സോ കോൺസെപ്ച്വലി ഇത് മനസ്സിലായി നിങ്ങൾക്ക്. പക്ഷെ ഇത് കോൺസെപ്ച്വലി നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം പോരാ. യു ഹാവ് ടു പ്രാക്ടീസ് ആൻഡ് ഹീൽ യുവർ ട്രോമ, ദെൻ ഓൺലി യു ക്യാൻ ലിറ്ററലി ലിവ് ഇറ്റ്. നിങ്ങൾക്ക് അത് ജീവിക്കാൻ കഴിയുള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഉള്ളിലേക്ക് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ പീസ്, കാംനെസ് മൈൻഡിൽ കൊണ്ടുവന്നാലാണ് ഓക്കെ നമുക്ക് ഈ പറഞ്ഞ ചെറിയ ചെറിയ സ്മോൾ തിങ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. Now what we are doing is like, we want something special, something dramatic, something beautiful, something അങ്ങനെ വേണം. എന്തുകൊണ്ടാ? വി ഓൺലി അപ്രീഷിയേറ്റ് ബിഗ് തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ജസ്റ്റേഴ്സ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. എന്താ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ? ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന കാര്യങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു കുഞ്ഞു പൂവ് കൊണ്ടുതരിക, അല്ലെങ്കിൽ ഒരു മിഠായി കൊണ്ടുതരിക, ഇതൊന്നും അല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തൊന്നും അല്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന് പറയുന്നത് ലൈക്ക് ദാറ്റ് പേഴ്സൺ ബീയിങ് ദെയർ ഫോർ യു. നമ്മളുടെ നമുക്ക് വേണ്ടിയിട്ട് അയാൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു, നമ്മളുടെ കൂടെ താമസിക്കുന്നു, നമ്മളുടെ കൂടെ ജീവിക്കുന്നു, നമ്മൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നു, നമ്മൾക്ക് വേണ്ടിയിട്ട് പലതും മാറ്റി വെക്കുന്നു, നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട വീട് വെക്കുന്നു, നമുക്ക് വേണ്ട കാറ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, നമ്മൾ ലൈക്ക് ദ ഡേ ടു ഡേ സ്റ്റഫ്, ദ ബോറിംഗ് സ്റ്റഫ്, ദ നോർമൽ സ്റ്റഫ്, ദ റെസ്പോൺസിബിലിറ്റി, ദ കടമ, ബെയർ മിനിമം. ആ ബെയർ മിനിമത്തിലാണ് ലവ് കിടക്കുന്നത്, നോട്ട് ഇൻ ദ മാക്സിമം, നോട്ട് ഇൻ ദ, മനസ്സിലാവുന്നുണ്ടോ? നോട്ട് ഇൻ ദ കളർഫുൾ. അത് ഈ ബെയർ മിനിമം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ, വളരെ ജെനുവൻലി ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഹീലിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ത്? അതിനപ്പുറത്തേക്കുള്ള ജസ്റ്റേഴ്സ്, അതിനപ്പുറത്തേക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ബിക്കോസ് സേഫ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രൂ ലവ് അവിടെ വളർന്നു വലുത് പന്തലിക്കാനുള്ള, പല രീതിയിലും ബ്യൂട്ടിഫുൾ ആവാനുള്ള, അവരുടെ കമ്മ്യൂണിക്കേഷനിൽ, അപ്രീസിയേഷൻ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ, ഇതിലേക്കൊക്കെ അത് പിന്നെത്തും. പക്ഷെ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനർജറ്റിക്കലി നമ്മളുടെ എനർജി എക്സ്പാൻഡ് ചെയ്യാനുള്ള, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തലത്തിലേക്ക് അതിന്റെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവണം. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ കാംനെസ്സും പീസും ആദ്യം അവിടെ ഉണ്ടാവണം.
ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ, ജസ്റ്റ് കമന്റ് ഡൗൺ CLR. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ CLR. യാ, എത്ര പേർക്ക് മനസ്സിലായി? ലൈക്ക് ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. ഇതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. യാ, ഇനി എനിക്കിപ്പോ ഒരു വഴിയുണ്ട്, ഒരു ക്ലാരിറ്റി ആയി. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ക്ലാരിറ്റി കിട്ടിയോ? യാ, ഒന്ന് പറയാവോ? അത് സെഷൻ അറ്റൻഡ് ലൈക്കിനോ സുൽഫ, ക്യാൻ യു ഷെയർ ലൈക്കിനോ what you felt? Just share. കേട്ടപ്പോ എന്താ തോന്നിയത്? കേട്ടപ്പോ എന്റെ ഭാഗത്തുനിന്ന് കുറെ ക്ലിയർ ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. യാ, നമ്മുടെ അപ്പം ഇത് ഭാഗത്ത് ക്ലിയർ. എങ്ങനെ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുമോ ക്ലിയർ ആക്കാൻ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സി, നമ്മൾ ആ കൺഫ്യൂഷൻ സ്വാഭാവികമാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട്. ഞാൻ ഇങ്ങനെയാണല്ല, എൻ്റെ ട്രോമയിലൂടെ കടന്നുപോയി എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായി. ഞാൻ ഇങ്ങനെയല്ല, എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായി, ഇത്രേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പാറ്റേൺ ബ്രേക്ക് ചെയ്താൽ മതി. പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ എന്നാണ് എനിക്ക് സംശയം. അതിന് കൂടുതൽ ചിന്തിക്കേണ്ട. അതിന് പകരം എന്താ വേണ്ടത്? ഓക്കെ, ഞാൻ എന്നെ വിശ്വസിച്ച് ഡോക്ടറെ അടുത്ത് പോയി ഏൽപ്പിക്കുന്ന പോലെ ദാ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു ഹീലിംഗിൽ ഞാൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു. കോഴ്സിൽ ജോയിൻ ചെയ്തിനല്ലോ. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി, അപ്പൊ ഞാൻ അങ്ങ് മാറിക്കോളും, അത് അങ്ങനെ അങ്ങ് നടക്കട്ടെ, അത്രേ ഉള്ളൂ. നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട. ഐ മീൻ, നിങ്ങൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് എങ്ങനെ അത് മാറ്റാൻ പറ്റും, എനിക്ക് മാറ്റാൻ കഴിയില്ലല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യുക, ലൈക്ക് സോ മച്ച്. നോ, യു ഡു ഓൺലി വൺ തിങ്. ജസ്റ്റ് ഹീൽ, 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 ഹീൽ. ടാപ്പിംഗ്, ഹീലിംഗ്, ടാപ്പിംഗ്, ഹീലിംഗ്, 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 ഹീലിംഗ്. സിമ്പിൾ. നത്തിങ് എൽസ്. You take your problem, take one problem, heal. Take one another trauma, heal. Take another trauma, heal. Take another one, heal. Simple ആണ്. Don't think too much. ഇതെങ്ങനെ ഞാൻ ഫിക്സ് ചെയ്യും? No. You cannot fix that. ഒരിക്കലും അത് ആ വഴിയിലൂടെ ഫിക്സ് ചെയ്യാൻ കഴിയില്ല. ഫിക്സിങ് ഈസ് വെരി സിമ്പിൾ. നമ്മളെ ഹീൽ ചെയ്ത് നമ്മൾക്ക് കിട്ടാത്ത സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത്. എന്താ ഹീലിംഗ് എന്ന് പറയുന്നത്? സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക, ഫൊർഗീവ്നെസ് ടു അതേഴ്സ് പ്രാക്ടീസ് ചെയ്യുക, ടാപ്പ് ചെയ്യുക, ഓരോ ഇഷ്യൂസ് എടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് സീറോ ആക്കുക, ക്ലിയർ ചെയ്യുക, ഈ പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക, അഫർമേഷൻസ് എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് എല്ലാം കൂടെ എല്ലാം ഒരുമിച്ച് ചെയ്യണം എന്നല്ല പറയുന്നത്. ലൈക്ക് ജസ്റ്റ് ഡു ഇറ്റ് ലൈക്ക് ഇൻ സ്മോൾ അമൗണ്ട്സ്, then again do it, then again do it, just repeat the process. That's it. Go through the healing process. വേറെ ഒന്നും ചിന്തിക്കണ്ട, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് നടന്നോളും. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഞാനിപ്പോൾ അവോയ്ഡന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ആങ്ഷ്യസ് ആണ്, ഞാൻ എങ്ങനെ ആങ്ഷ്യസിൽ നിന്ന് അവോയ്ഡന്റിലേക്ക് മാറും, അതിനുള്ളൊരു പ്ലാൻ എന്താണ്, അതിനുവേണ്ടി ഞാൻ എന്താ പ്രാക്ടീസ് ചെയ്യണ്ടേ, അത് ഇങ്ങനെ ചെയ്താൽ എന്നെ കൊണ്ട് പറ്റുമോ, ഇതിങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ഇനിയിപ്പോൾ ഇനി ആങ്ഷ്യസിൽ നിന്ന് അവോയ്ഡന്റിലേക്ക് പോയാലോ, അവോയ്ഡന്റിൽ നിന്ന് മിക്സ് ആയിട്ട് ഞാൻ ഡിസോർഗനൈസ്ഡ് പോവോ, അങ്ങനെ. നോ, ഡോണ്ട് തിങ്ക് ടു മച്ച്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ആകെ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഹീൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഹീലിംഗിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ what happens? Naturally, you guys are fine. ക്ലിയർ ആണോ സുൽഫ? മനസ്സിലായോ? സ്റ്റെപ്പ് ഈസ് വെരി സിമ്പിൾ. അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെയാണല്ലോ. അല്ല, ഞാൻ ഇങ്ങനെയല്ല, എനിക്കൊരു ട്രോമ ബോണ്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്, ബിക്കോസ് ഓഫ് what I have gone through. Clear? All I need to do is just break the pattern. എങ്ങനെ ബ്രേക്ക് ചെയ്യുക? പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ സിമ്പിൾ. ഹീൽ ആൻഡ് എന്താ പറയുക, സേഫ്റ്റി, പീസ്, കാംനെസ്. അത് നമ്മളിൽ കൊണ്ടുവരും. നമ്മൾ അത് പരിചയപ്പെടുത്തുക നമ്മളെ. അത്ര ചെയ്യണ്ട. അത് ഹീലിംഗിലൂടെ പരിചയപ്പെടുത്തുക. റിപ്പീറ്റഡ്ലി സേഫ്റ്റി എഴുതി വെച്ചോ. സേഫ്റ്റി, പീസ്, സേഫ്റ്റി, പീസ്, സേഫ്റ്റി, പീസ്, കാംനെസ്. നമുക്ക് കാം ആയിട്ട് ഫീൽ ചെയ്യാം, പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാം, സേഫ് ആയിട്ട് ഫീൽ ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ബീയിങ് ലവ്ഡ്.
ബീയിങ് ലവ്ഡ്. അതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് ഏത്? ജോയ്, ആനന്ദം. ഓ, ഭയങ്കര രസം. ക്ലിയർ ആണോ? പീസ്, സേഫ്റ്റി ആൻഡ് കാംനെസ്. അപ്പം ഇത് നമ്മുടെ ബോഡിയിൽ ഇപ്പം ഇല്ല. നെർവസ് സിസ്റ്റത്തെ കാമാക്കുക, മനസ്സിൽ സമാധാനം ഫീൽ ചെയ്യുക, അടുത്ത എന്താ പറയുന്നത്, മൊത്തത്തിൽ ശാന്തത ഫീൽ ചെയ്യുക. ഓക്കെ, സുരക്ഷിതത്വം ഫീൽ ചെയ്യുക. അതാണ് അടുത്തത്, സുരക്ഷിതത്വം. നമുക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുക, പേടിയില്ലാതെ. സേഫ്റ്റി. അപ്പൊ സേഫ്റ്റി, ഇതെല്ലാം കൂടെ ഫീൽ ചെയ്യുന്നിടത്ത് നമുക്ക് എന്തുണ്ടാവും? സ്നേഹം. നമ്മൾ സ്നേഹിക്കപ്പെടുന്ന പോലെ നമ്മൾ സേഫാണ്, പ്രൊട്ടക്റ്റഡ്. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നാച്ചുറലി എന്തുണ്ടാകുന്നത് എന്താണ്. അപ്പൊ ഇത് വേണ്ട പണികൾ ചെയ്യാം. ഹീലിംഗിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ലവിന് വേണ്ടിയിട്ട് സെൽഫ് ലവ് കൊടുക്കുന്നു. അപ്പൊ ലവ് കിട്ടുന്നതോറും നമുക്ക് എന്ത് ഫീൽ ചെയ്യും? സേഫ്റ്റി ഫീൽ ചെയ്യും. സേഫ്റ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ നമുക്ക് സമാധാനം ഫീൽ ചെയ്യും. സമാധാനം ഫീൽ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ഫീൽ ചെയ്യും? കാംനെസ്, ശാന്തതയും ഫീൽ ചെയ്യും. ഇതെല്ലാം കൂടെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കപ്പെട്ടു എന്ന് ഫീൽ ചെയ്യുന്നു. ഇതാണ് നമ്മൾ വാലിഡേഷൻ. നമുക്ക് കിട്ടാതെ പോയത് ഇതാണ്. ചെറുപ്പത്തിൽ ട്രോമ അനുഭവിച്ചപ്പോഴൊക്കെ ഈ സംഗതികൾ കിട്ടാതെ പോയി. ആ കിട്ടാതെ പോയ സാധനങ്ങളായിട്ടുള്ള സേഫ്റ്റി അത് കൊടുക്കുക. ഇറ്റ്സ് ഓക്കെ, ഐ ആം സേഫ്, ഐ ആം കാം, ഐ ആം റിലാക്സ്ഡ്, ഐ ആം പീസ്, ഐ ആം ഇൻ പീസ്, ഐ ആം ലവ്, ഐ ആം ലവ്ഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം സേഫ്, ഐ ആം കാം, ഇറ്റ്സ് ഓക്കെ. ഇത്തരത്തിലുള്ള വേർഡുകൾ നമ്മൾ ഹീലിംഗിന്റെ പാർട്ടിൽ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ മതങ്ങളിൽ ദിക്റുകളും നാമം ജപിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നില്ലേ? അതുപോലെ നമ്മളുടെ ഹീലിംഗിന്റെ ഭാഗമായിട്ടുള്ള ദിക്റുകളും അല്ലെങ്കിൽ നാമം ജപിക്കലും അല്ലെങ്കിൽ എന്താ പറയുക തസ്ബീഹുകളും ഒക്കെയാണ് എന്ത്? ഐ ആം കാം, ഐ ആം റിലാക്സ്ഡ്, ഇറ്റ്സ് ഓക്കെ, everything is going to be fine, I'm on the right track, and I love myself, I am safe, it's okay, I am calm, ഇങ്ങനെയുള്ള വേർഡ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലൈക്ക് ജസ്റ്റ് റിപ്പീറ്റ് ഇറ്റ് എവറി ഡേ. സെൽഫ് മനസ്സിലായോ? ആൻഡ് ദാറ്റ്സ് ഹീലിംഗ്. ഞാൻ അതിന്റെ Yes, കൂടെ sir. എടുക്കുന്നത് വെച്ചാൽ ഇതൊക്കെ പറയുന്നതിനിടയിലേക്ക് ജസ്റ്റ് ടാപ്പ് ആൻഡ് സേ ഐ ആം കാം, ഐ ആം റിലാക്സ്ഡ്. എല്ലാവരും ഒന്ന് ടാപ്പ് ചെയ്തേ. Just come on, let's do this. This is going to be a beautiful moment. എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ എല്ലാവരും പ്ലീസ് ബിയർ ഇൻ വീഡിയോ. എല്ലാവരും വീഡിയോയിൽ വരും. ജംഷി പ്ലീസ് ബിയർ ഇൻ വീഡിയോ. റസീന പ്ലീസ് ബിയർ ഇൻ വീഡിയോ. ആരിഫ പ്ലീസ് ബിയർ ഇൻ വീഡിയോ. Hintu, Subaida, Safiya, Sana, please be in video. Share like everybody. Okay. പതിയെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത്. കൈകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ഇടത്തെ കൈ വയറിൽ വെക്കുക, വലത്തെ കൈ നെഞ്ചിൽ വെക്കുക. നെഞ്ചിൽ വെച്ചിട്ട് പതിയെ ബ്രീത്തിന് എടുക്കുക, ഉള്ളിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വയറിനുള്ളിലേക്ക് എടുക്കുക. പതിയെ പുറത്തേക്ക് വിടാം. ഇതിനിടയിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? ഐ ആം കാം, ഐ ആം റിലാക്സ്ഡ് എന്ന് മൈൻഡിൽ പറയാം. ഐ ആം കാം, ഐ ആം റിലാക്സ്ഡ്. മനസ്സിൽ പറയട്ടോ, വായ കൊണ്ട് പറയണ്ട. ചെയ്തോളൂ. ഒരു 5 പ്രാവശ്യം ചെയ്തു. 5 പ്രാവശ്യം പറയാം. മനസ്സിനുള്ളിൽ പറയാം. ഓരോ തവണ ചെയ്യുക. ഓക്കെ. അത് പറഞ്ഞതിന് ശേഷം പതിയെ ടാപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ടാപ്പ് ചെയ്യാം. എൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുക. കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറയാം? ഇറ്റ്സ് ഓക്കെ, ഐ എം കാം, ഐ എം റിലാക്സ്ഡ്. ഞാൻ ചിലപ്പോൾ പല ഫീലിങ്സിലൂടെ വിഷമത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഐ എം കാം, ഐ എം റിലാക്സ്ഡ്. ഈ ക്ലാസ്സിനെ കേട്ടിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ചിന്തകൾ വരുന്നു. ബട്ട് ഐ ആം കാം, ഐ എം റിലാക്സ്ഡ്. Top of that lid up here. Okay. I'm calm. Eyebrow bone up here. I am safe. I am safe. Side of the eyes lid up here. I love myself. പല പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാകാം, ബട്ട് സ്റ്റിൽ ഐ ലവ് മൈസെൽഫ്. I accept myself. I forgive myself completely, sincerely.
ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇനി അങ്ങനെ ചെയ്യില്ല. എന്നോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാത്തതിന്. പക്ഷെ ഇനി അങ്ങനെ ചെയ്യില്ല. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. അണ്ടർ ദ ഐസ് ലെറ്റ് ഹാപ്പി. അണ്ടർ ദ ഐസ്, അണ്ടർ ദ നോസിൽ ഐ എം കാം, ഐ എം റിലാക്സ്ഡ്. അണ്ടർ ദ ലിപ്സ് ലെറ്റ് ഹാപ്പി. ഇറ്റ്സ് ഓക്കെ. ഐ എം സേഫ്. അണ്ടർ ദ കോളർ ബോൺ I am calm, I am relaxed, I am safe. I love myself. I accept myself. I forgive myself completely, genuinely, sincerely. സത്യസന്ധമായും ആത്മാർത്ഥമായും അഗാധമായും പരിപൂർണമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കും. ഞാൻ എന്നെ അംഗീകരിക്കും. പതിയെ അണ്ടർ ദ ആംസ് ലെറ്റ് ഹാപ്പി. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. I am calm, I am relaxed. Opposite side. It's okay. പതിയെ കൈകൾ കൂട്ടിത്തിരുന്നു. വേണമെങ്കിൽ കരയുടെ ഷോപ്പ് ഒന്നുകൂടെ ചെയ്യാം. I am calm, I am relaxed. I love myself. I accept myself. I forgive myself completely, genuinely, sincerely. പതിയെ കൈകൾ കൂട്ടിത്തിരുന്നത് ദേഹത്തും കവിളത്തും എല്ലാം വയ്ക്കുക. And tell me now, what are you feeling? What is your ബോഡിയിൽ എന്താ ഫീൽ ചെയ്യുന്നത്? ഇത് ചെയ്തപ്പോൾ ബോഡിയിൽ എന്താ ഫീൽ ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്യാവോ? എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഭാരം കുറഞ്ഞതുപോലെ, എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു, റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു? അസ്മ പറയുന്നു. വാട്ട് ഡിഡ് യു ഫീൽ? കാംനെസ് ഫീൽ ചെയ്തു. ഇടയ്ക്ക് നന്നായിട്ട് ഒരു തലവേദന വന്നു. ഇടയ്ക്കൊരു തലവേദന വന്നു, പക്ഷെ കാംനെസ് ഫീൽ ചെയ്യുന്നു, റിലാക്സ്ഡ് ആയിട്ട്, എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ദിസ് ഈസ് വാട്ട് സേഫ്റ്റി. റിലാക്സ്ഡ് ആയില്ലേ? ദിസ് ഈസ് വാട്ട് സേഫ്റ്റി. ദിസ് ഈസ് വാട്ട് ലവ്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന. സോ ദിസ് ഈസ് ഹീലിംഗ്. എനർജി ഫീൽ ചെയ്യും. ഇതിന്റെ ഡെപ്തിൽ പഠിക്കാനാണ് നമ്മളുടെ EFT കോഴ്സുകൾ. ഇത് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക, അത് ഡെപ്തിൽ പഠിക്കുക, അല്ലേ? സിൽഫയ്ക്ക് ആയിക്കോട്ടെ. ലൈക്ക് ദീന, ഹൗ ഡു യു ഫീൽ? ലൈക്ക് പഠിച്ചിട്ടുള്ളത് എന്താ ഫീൽ ചെയ്യുന്നത് ദീന? ഹൗ ഡു യു ഫീൽ? ഇതിനെ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഹൗ ഡു യു ഫീൽ ഇത് പഠിക്കുന്നത് കൊണ്ട്? വാട്ട് ഈസ് യുവർ ഫീലിംഗ് റൈറ്റ് നൗ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? യാ. ഇപ്പൊ ശരിക്കും നല്ല റിലാക്സേഷൻ ആണ്. എപ്പോഴും നല്ല കാമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ശരിക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ ടാപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് നല്ല സങ്കടം വന്ന്, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് എനിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും റിലാക്സ് ആയി. കാരണം നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് വരുമല്ലോ. അങ്ങനെ തോന്നി. സോ ദാറ്റ് ഈസ് ലൈക്ക് ഹീലിംഗ് നടക്കാനുണ്ട്, അല്ലേ? നമുക്ക് കുറച്ചുകൂടെ ഇതിനൊക്കെ കുറച്ചുകൂടെ ഹീലിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. ബട്ട് സ്റ്റിൽ കോഴ്സ് പഠിച്ചത് കൊണ്ട് കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയില്ലേ? അല്ലെങ്കിൽ ഇതിലൊരു ഹോപ്പ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലേ? ഇനിയും ഐ തിങ്ക് ഇനിയും ഒരു 20-25 ഡേയ്സിന്റെ അടുത്ത് ഇനിയും ബാക്കിയുണ്ട് നിങ്ങൾക്ക്, അല്ലേ? 25-30 ഡേയ്സിന്റെ അടുത്ത് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. സോ ഫിനിഷ് ദാറ്റ്. ഫിനിഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിൽ ബി ബെറ്റർ. ആൻഡ് ഇപ്പോൾ ചെയ്തപ്പം ലൈക്ക് വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ലൈക്ക് ഓക്കെ, ഷിഹാബ്, അല്ലേ? ഷിഹാബ് വന്നു. എന്താണ് ഇപ്പൊ ചെയ്തോ? ജസ്റ്റ് ടാപ്പിംഗ് ചെയ്തോ ഷിഹാബ്? ഞാൻ വാട്ട് ഈസ് യുവർ ഫീലിംഗ്? എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
ജോയിൻ ചെയ്തതിന് വളരെയധികം സന്തോഷം. എന്തായാലും മറ്റുള്ളവർ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും കോഴ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അക്ബർ, ഹലോ അക്ബർ ചുള്ളിയിൽ ഫ്രം ദുബായ്, ഫ്രം അവിടെ UAE, ഉണ്ട്. ഹായ്, അവിടെ ഉണ്ട്. എന്താണ് വിശേഷം? സുഖായിരിക്കുന്നു. എവിടെ ഡ്യൂട്ടിയിൽ കയറിയോ? ഡ്യൂട്ടിയിൽ കയറി. എത്ര മണിക്കാ ഡ്യൂട്ടി? ഡ്യൂട്ടി 6 o'clock നിന്ന്. 6 o'clock അല്ലേ? കേട്ടോ സെഷൻ ഇന്നത്തെ? ആ സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒരു 20 മിനിറ്റ് മുന്നെയാണ് ജോയിൻ ചെയ്തത്. ആഹാ, എന്താ തോന്നിയേ? അടിപൊളിയാണ് ഹീലിംഗ്. ഹീലിംഗ് നമ്മുടെ കോഴ്സിലേക്ക് വായോ കേട്ടോ. ഓക്കെ ഓക്കെ അടുത്ത ബാച്ച് ഉണ്ട്. അടുത്ത ബാച്ചിലേക്ക് എന്താ വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. വൈകിക്കണ്ട തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. ഏർലി ബേർഡ് ഓക്കെ ഓഫറൊക്കെ സ്വന്തമാക്കുക. ഓക്കെ, സോ വെൻ യു ഓക്കെ ജോയിൻ ഏർലി, നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിന്റെ ഒരു ഓഫറും ബെനിഫിറ്റ്സുകളൊക്കെ സ്വന്തമാക്കുക. നമ്മുടെ ഹീലിംഗിലൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് ആണ്. ഇറ്റ് വിൽ ചേഞ്ച്. അതായത് ഓക്കെ അക്ബറിന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്തിട്ട് അക്ബർ പറയാറുണ്ടായിരുന്നല്ലോ, ലൈക്ക് ഓക്കെ ഒരു സംഗതികൾ വേണം, ടോട്ടൽ ഒരു റീസെറ്റ് വേണം, കാര്യങ്ങളൊക്കെ. സോ അതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. കാരണം നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ട്രോമാസിന് ഫിക്സ് ചെയ്തിട്ടാണ്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് വർക്ക്, നമുക്ക് എല്ലാത്തിനോടും ഒരു ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ജോലിയിൽ ഈ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഇല്ലേ, അല്ലെങ്കിൽ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഇല്ലേ, അതല്ലെങ്കിൽ എന്താ പറയുക ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ഇല്ലേ, ഇതൊരു വ്യക്തിയോട് മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇതേ സാധനം നമ്മുടെ ജോലിയോടും വരും. ഇതേ ഓക്കെ സാധനം എല്ലാ ഏരിയാസിലും റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ ജോലിയിൽ വലിയ പ്രഷറും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകും, മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോകും, സംഗതികളിൽ നിന്ന് ഇറങ്ങിപ്പോകും. പലതിനോടും നിങ്ങൾക്ക് താല്പര്യം, ഇനീസിയേഷൻ നിങ്ങൾ എടുക്കൂല, നിങ്ങൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകും. കാരണം അതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നില്ല. സോ യു വിൽ അവോയ്ഡ് ഇറ്റ്. ക്ലിയർ? അതേപോലെ തന്നെ എന്ന് വെച്ചാൽ അവോയ്ഡന്റ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലോ, ഇത് ജോലി നഷ്ടപ്പെടുമോ എന്ന് വിളിച്ചിട്ട് ഓവറായിട്ട് ഇങ്ങനെ ബേജാറായിക്കൊണ്ടിരിക്കും. അവരെന്ത് പറയും, സീനിയർ ഓഫീസർ എന്ത് പറയും, അതെന്ത് പറയും, ഇതെന്ത് പറയും, അങ്ങനെ എന്ത് പറയും, യെസ് ഓർ നോ? എന്നിട്ട് എന്ത് ചെയ്യും, ആ ജോലി ഇങ്ങനെ പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പെർഫെക്ഷനിസം ഡെവലപ്പ് ആവും. ഇവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്താ പെർഫെക്റ്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന എന്താ സംഭവിക്കാം, ഇവർക്ക് ജോലി നഷ്ടപ്പെടുമോ, ഇവർക്ക് ഇഷ്ടപ്പെടില്ല, ഇവർക്ക് ആവോ, എന്നിട്ട് അങ്ങനെ ഇവർ ഓവർ പെർഫെക്ഷനിസം ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം എന്ത് ചെയ്യും, ഇവർ എനർജി അങ്ങ് ട്രെയിൻ ചെയ്ത് വല്ലാണ്ടായി. അങ്ങനെ ഇവർക്ക് പ്രഷർ വരും, ഓവർവെൽമിങ് വരും, സംഗതികൾ വരും. ഡിസോർഗനൈസർ എന്താണ്, ഇടയ്ക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും, ഇടയ്ക്ക് തീരെ വർക്ക് ചെയ്യില്ല. ഇൻകൺസിസ്റ്റൻസി, മനസ്സിലായോ? കൺസിസ്റ്റൻസി ഇല്ല. ഇടയ്ക്ക് കുറച്ച് കാലം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും, പിന്നെ വർക്ക് ചെയ്യും. സോ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ്. സെക്യൂർ എന്താണ്, സെക്യൂർ ആയി നമ്മൾ ഹീലിംഗ് കാരണം എല്ലാം ജോലി എന്താ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യും. ഓവറായിട്ട് ചെയ്യുന്നുണ്ടോ, അതുമില്ല. എന്നാൽ വേണ്ടത്ര ചെയ്യുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആ വർക്കിന്റെ ഫ്ലോ പോകും. സോ ഈവൻ ദിസ് മെക്കാനിസം, ദിസ് അറ്റാച്ച്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഡൈനാമിക്സ് എന്ത് ചെയ്യും, ഡിഫൈൻ വേറെവർ വി ആർ വർക്ക്. ഇത് ഇതേപോലെ പണമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ എന്താ വെച്ചാൽ ഓവറായിട്ട് പണത്തിന് വേണ്ടി കമ്മിറ്റഡ് ആവില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കമ്മിറ്റഡ് ആണ്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ഇറങ്ങിപ്പോകും. ദേ ഡോണ്ട് വാണ്ട് ദാറ്റ് മണി. പ്രഷർ ഉണ്ടാകുമ്പോഴേക്കും ആ പൈസ വേണ്ട. പ്രഷർ പേടിച്ചിട്ട് പൈസയിലേക്ക് കമ്മിറ്റ് ചെയ്യാതെ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക്, ബിസിനസ്സിലേക്ക് ഫുള്ളി കമ്മിറ്റഡ് ആവില്ല. ഗോട്ട് ഇറ്റ്? ദേ ഓൾവേസ് സീക്ക് എ കംഫർട്ട് സീക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് എളുപ്പമുള്ള വഴി സീക്ക് ചെയ്യും. അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യും. റിസ്ക് എടുക്കൂല അവർ. ബിക്കോസ് ദേ അവോയ്ഡ് റിസ്ക്, ബിക്കോസ് ദേ ഹാവ് എൻ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ബിക്കോസ് ദേ വാണ്ട് ടു അവോയ്ഡ് പ്രോബ്ലംസ്. ഹലോ, ക്ലിയർ ആണോ? സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡൈനാമിക് ഓഫ് ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് മാത്രമല്ല, ഈവൻ വർക്കിൽ വരെ ഈ സാധനം ഇറ്റ് വിൽ അഫക്ട്സ് മെനി പീപ്പിൾ. ഓക്കെ. എന്നാൽ ചില ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ വർക്കിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിരിക്കും, വീട്ടിൽ വരൂല. അങ്ങനെ ആവുന്നവരുണ്ട്. എന്താ കാര്യം? അത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റാ. എന്താ കാര്യം? എന്താ, ഇവർ വർക്കാഹോളിക് ആയി പോകും. എന്താ വർക്കാഹോളിക് ആയി പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർ വീട്ടിലേക്ക് വന്ന വീട്ടിലെ പ്രശ്നങ്ങളാണ്, വീട്ടിലത്തെ പ്രശ്നം താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഓഫീസിൽ എന്ത് ചെയ്യും, ഈ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. വർക്ക് ചെയ്യുമ്പോൾ സുഖം എന്താണ്, അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു, അടിപൊളിയാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ആൾക്കാരുടെ കയ്യടി കിട്ടുന്നു ജോലി ചെയ്യുമ്പോൾ. അങ്ങനെ ഈ വർക്ക് ഒരു സേഫ്റ്റി ഉള്ള, മറ്റേ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സ്ഥലമായിട്ട് വർക്ക് മാറും. ഓഫീസിൽ കുറെ നേരം സ്പെൻഡ് ചെയ്യുക, അവൾ കിടന്നുറങ്ങട്ടെ എന്നിട്ട് വീട്ടിൽ പോയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ചില ആൾക്കാരുടെ നയം അതാണ്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും പ്രശ്നമാണ്.
അങ്ങനെയുള്ളവരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളവരുണ്ട്. സി, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വരുന്നതിന് മുമ്പേ ഉറങ്ങാം. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നിരിക്കുന്നവരുണ്ട്, അവോയ്ഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലരെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓക്കെ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. പല കൈൻഡ് ഓഫ് എന്താ പറയുക തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി അവോയ്ഡൻസ് എന്ന് പറയുന്ന ഒരു എസ്കേപ്പിംഗ് മെക്കാനിസം ആണ്. പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്സ് അത് നമ്മളെ വർക്കിനെയും എല്ലാ മേഖലയും ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഡൈനാമിക്സ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് അനലൈസ് ചെയ്യുക, വേർ ഇറ്റ് ഈസ് ബീങ് അപ്ലൈഡ് ഓൺ കരിയർ വൈസ്, ഓൺ റിലേഷൻഷിപ്പ് വൈസ്. ഓക്കെ, ഷിയാബ് പറഞ്ഞോളൂ. സാറൊന്ന് ക്ലാസ് എടുത്തപ്പോഴേ യാ ഇത് എന്നെ കുറിച്ചിട്ട് പറയുന്ന പോലെ ഒരു 6 മാസം 8 മാസം മുമ്പ് ഉള്ള സംഭവമായിരുന്നു. ഇപ്പോ സാറ് ഈ പറഞ്ഞ ക്ലാസ് ഇപ്പൊ പറഞ്ഞ പിന്നെ മൊത്തം കാര്യം അനുഭവിച്ചിരുന്ന ആളായിരുന്നു. യാ പിന്നെ ഇതേപോലെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇഷ്യൂ ചിലപ്പോൾ നല്ല ഇഷ്യൂ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ക്ലോസ് ആവും. അപ്പൊ അതൊരു ശരിക്കും ഹാബിറ്റ് തന്നെയായിരുന്നു. ഞാൻ ഈ ഹീലിംഗ് ജേണിക്ക് വന്നത് മുതലാണ് ഇത് എന്താണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇപ്പൊ ഒരു 8 മന്ത് 7 or 8 month ആയി ഞാൻ എന്റെ ലൈഫ് ഇപ്പൊ ഇങ്ങനെയല്ല. അത് ഈ ഹീലിംഗ് ജേണിക്ക് വന്നത് മുതലാണ് ഇത് ചേഞ്ച് ആയത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു 8 മാസം മുമ്പ് വരെ. ഇതുള്ളതാണ് സംഭവം. അത് ഇതില് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാറുമെന്നല്ലെങ്കിൽ ഇത് ചേഞ്ച് ആവുമെന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. ഷുവറാണ്, 100% ചേഞ്ച് ആവും. എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിരുന്ന കാര്യങ്ങളാണെന്ന് സാറ് ഒരുവിധം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് എന്റെ പ്രശ്നമാണ്. എനിക്ക് ഹീലിംഗ് ജേണിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് നല്ലൊരു മാറ്റം റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഈ പറയുന്ന മറ്റേ സാറ് പറയുന്ന പോലെ മറ്റേ ഒരു ദിവസം ലീവ് ആകുമ്പോ അവർക്കും നമുക്കും ടെൻഷൻ ആവും. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ലീവ് എന്നാണോ അത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഹീലിംഗ് ജേണിക്ക് വന്നതിൽ ചേഞ്ചിങ് തന്നെയാണ്. അത് 100% ഇപ്പൊ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് പറയുള്ളത് എന്തായാലും ചേഞ്ചിങ് വരും. ഞാൻ അനുഭവിച്ച ആളാണ്. അതുപോലെ നമ്മളെ ഫ്രണ്ട് സൈക്കിളിൽ ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിക്ക് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളും ടെസ്റ്റ് മോഡിലും ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ സംശയിപ്പിക്കണ്ട. എന്തായാലും സാറി പറയുന്ന ഇന്നത്തെ ക്ലാസ് വളരെ വെറൈറ്റി, ഇതുവരെ കേൾക്കാത്തൊരു ക്ലാസ്. ഓരോ ക്ലാസ്സും അടിപൊളി ക്ലാസ്സാണ്. അതുപോലെ ഇന്ന് എടുത്ത ക്ലാസ്സും സാറിന് ഇപ്പോ ഒരിക്കലും ഇത് പ്ലാൻ ചെയ്തെടുക്കുന്ന ക്ലാസ്സല്ല. പക്ഷെ സാറിന് കിട്ടുന്ന കാര്യങ്ങൾ ഓരോ ക്ലാസ്സും വെറൈറ്റി ക്ലാസ് ആണ്. താങ്ക് യു ഷിയാബ്, താങ്ക് യു സോ മച്ച് ഫോർ ദ ഫീഡ്ബാക്ക്. ഷിയാബ് നമ്മളുടെ ഒരു വളരെ എന്താ പറയുക ഒരു അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് ഒരുപാട് പേരുണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ കോഴ്സ് ചെയ്ത എല്ലാവരും നല്ല റിസൾട്ട് തന്നെയാണ്, ദാറ്റ് ഈസ് ദർ. ബട്ട് ഷിയാബ് ഈസ് ഓൾവേസ് എ പ്രൊമോട്ടർ. അത് നല്ല രീതിയിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വെൽവിഷ് ചെയ്യാനും കൂടെയുണ്ട്. ആ റിസൾട്ട് കിട്ടിയതിന്റെ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഐ എം റിയലി താങ്ക് യു ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഷിയാബ് ഫോർ യുവർ ട്രാൻസ്ഫോർമേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷിഹാബിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ ചേഞ്ച് ആയി എന്നാ പറയുന്നത്. നല്ല രീതിയിലേക്ക് മാഷാ അല്ലാ, ടച്ച് വുഡ്, നല്ല രീതിയിലേക്ക് അത് നിലനിർത്തട്ടെ, ഉഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോട്ടെ. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നേരത്തെ ശിൽഫ ചോദിച്ചില്ലേ, ഡൗട്ട് ഉണ്ട്, ലൈക്ക് ഷിയാബ് ഈസ് എൻ എക്സാമ്പിൾ. മനസ്സിലാവുന്നുണ്ട്? 8 മാസം മുമ്പ് എനിക്കും ഡൗട്ട് ചെയ്യുന്നത് സാറേ. ഷിയാബ് ഇതിന് പറയുമ്പോ പറഞ്ഞു. വേറെ സംഭവമുണ്ട്. ഇതിങ്ങനെ പറയുമ്പോഴേ പല ആൾക്കാർക്ക് പറയുമ്പോ ഉണ്ടാവും ഡൗട്ട്, ഇയാളത് പറയിപ്പിക്കുകയാണോ. ഞാനൊരു 8 മാസം മുമ്പ് എനിക്കുണ്ടായിരുന്ന ഡൗട്ടായിരുന്നു. ഇത് ഒരാൾക്കാരാണ് അത് ഒക്കെ പറയുന്നുണ്ടല്ലോ. അത് ക്യാഷ് കൊടുത്ത് നിർത്തിയ ആൾക്കാരാവും. ഒന്നുണ്ട്. പിന്നെ ലൈഫിൽ വരുമ്പോഴത് അറിയുന്നത് എന്താ ചേഞ്ചിങ് എന്ന് അറിയാം. ഭയങ്കര രസകരമായ സംഭവമാണ്. നമ്മളതിന് തിരിച്ചു പോകും. ചില സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര ഹീറ്റായ സംഭവം ഇപ്പൊ കണ്ടാകുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കും. അതതിന്റെ ഏറ്റവും വലിയ രസം. അപ്പൊ നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ ആ പ്രോഗ്രാം, പണ്ട് പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാം മാറിപ്പോവാണ്. ആ പ്രോഗ്രാം പ്രോഗ്രാം നടക്കുമ്പോ തന്നെ നമ്മളെ ബ്ലാങ്ക് ആയി നിൽക്കരുത്. അപ്പൊ നമ്മൾ അറിയുന്നില്ല. അതാണ് സത്യമായ കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷിയാബ്, ഇപ്പം ഇവിടെ സുൽഫ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എങ്ങനെ മാറും, ഞാൻ എന്താ ചെയ്യേണ്ടേ, അല്ലെ? ഷിയാബ്, ആക്ച്വലി സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, ഈ ഒരു മാറ്റത്തിന് വേണ്ടി ഷിയാബ് എന്താ ചെയ്തത്? ഞാനിപ്പോ ഞാൻ ലൈഫില് നമ്മൾ എല്ലാവരും മനസ്സിലായി, ദിവസം കുളിക്കാത്ത ആൾക്കാർ വളരെ കുറവാകും. ഈ കുളിച്ചില്ലാന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടാവല്ലോ, എന്താ പറഞ്ഞ ഒന്നും ചെയ്തില്ല. ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഹീലിംഗിലേക്ക് എത്തി. ഇത് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പോയി. പ്രശ്നം എന്ന് പറഞ്ഞാല് കുളിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതാണ് എനിക്കിപ്പോ ഫീൽ ചെയ്തില്ലെങ്കിൽ വരുന്നത്. ആ ലൈഫിലോട്ട് മാറി. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ പണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി പ്രശ്നം എന്നുള്ള സംഭവം എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ആ ഒരു ലൈഫിലോട്ടാണ് ഞാൻ മാറിയിട്ടുള്ളത്. പിന്നെ പല കാര്യങ്ങൾക്കും ഞാൻ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും എന്റെ കണ്ണിൽ പെട്ടിരുന്നില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾക്കും ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആയി. അതുപോലെ തന്നെ ഹാപ്പി എന്താണ് ഇപ്പൊ ഞാൻ ഒരു 8 മാസത്തിന് കറക്റ്റ് അറിയുന്നുണ്ട്. ഇത് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുണ്ട്, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ ഫ്രണ്ട് സൈക്കിളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ എന്റെ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുണ്ട്.
അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഇത് വലിയ കാര്യങ്ങളാണ്. പിന്നെ വലിയ കാര്യങ്ങൾ അതിനേക്കാൾ ഡബിൾ ആണ്. അത് ഒരിക്കലും എനിക്ക് ഹീലിംഗ് ചെയ്യുന്നത് വന്ന് മനസ്സിലായിരുന്നില്ല. അപ്പോ നമ്മളൊരു ദിവസം ഒരു 2 days കുളിച്ചിട്ടില്ല, നമുക്ക് കിട്ടുന്ന ഒരു ഒരു ആകെ എന്തോ ഒരു പോലെ ഉണ്ടാവില്ല. അതേപോലെ ഇപ്പൊ ഹീലിംഗ് ഉള്ളത്. അത് ചെയ്തിട്ടില്ലാന്ന് എന്റെ ഓട്ടോമാറ്റിക് ഇങ്ങനെ തോട്ടുന്ന് പറയും, ഇന്ന് ഹീലിംഗ് ഇത്ര പ്രാക്ടീസ് എത്ര ടൂളെ ചെയ്തിട്ടുള്ളൂ കേട്ടോ, പെൻഡിങ് ഉണ്ട് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ അതിന് എന്തെങ്കിലും ടൈം കണ്ടെത്തി എവിടെയെങ്കിലും ടൈം എടുത്ത് ഞാൻ ചെയ്യും. Yeah. പിന്നെ ഉള്ളിന്ന് റിസൾട്ട് തന്നെ പറയാണ് അല്ലേ? ഉള്ളിന്ന് ഉള്ളെന്ന് ഒരാൾ ഫീലിംഗ് പറയും, വരും. ഉള്ളെന്ന് പറയും, ഇന്ന് ഇത്ര 2 ചെയ്തു, 2 ടൂളെ ചെയ്തിട്ടുള്ളൂ, ചെയ്യാണ്ട് കേട്ടോ, ബാക്കി ചെയ്യാണ്ട് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്താൽ എന്താ റിസൾട്ട്, നമുക്ക് കിട്ടുന്ന ലൈഫ് ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇത് റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ടൈം കൊടുത്തൂടാ? Yeah. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷിയാബ്, ഇന്നത്തെ സെഷൻ പുതുതായിട്ടും ഫ്രഷ് ആയിട്ടും തോന്നി. എന്താണ് ഇന്ന് പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു റിയലൈസേഷൻ എന്താണ്? പിന്നെ എന്തെങ്കിലും നമ്മുടെ ലൈഫില് നമ്മളിപ്പോ, ഞാൻ ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാവല് ഒരു വീട്ടിൽ ഒരു പക്ഷെ ഒരു 10 മണിക്കൂർ 8 മണിക്കൂർ നോർമലി ആ സ്ലീപ്പിംഗ് ടൈം കൂടുതൽ ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടേണ്ടത് അവിടെയാണ്. പക്ഷെ എന്റെ ആ ഒരു ഇതില് പഴയ കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഈ ക്ലാസ്സിലാണ് വന്നത്. പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഇന്റെ പ്രശ്നമായിരുന്നു, അതെനിക്ക് ഓൾറെഡി എന്റെ പ്രശ്നം തന്നെ ഞാൻ ഓൾറെഡി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എല്ലാവരും ലൈഫിലുണ്ടാവും, ഇത് നടക്കുമല്ലോ. എന്റെ ലവ് മാരേജ് ആയിരുന്നു. പക്ഷെ ലവ് മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഒരു 100% സക്സസ്, അതായത് ഞാൻ ഹാപ്പി എന്നുള്ള ലെവലിലേക്ക് മാറിയുന്നില്ല. പക്ഷെ എന്റെ ആ പാർട്ണർ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതെനിക്ക് ഒരു 50 or 40 ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ഒരു 80 or 90 100% തന്നെ പറയാം, എനിക്കത് കവറിങ് ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പഴയ തോട്ടം എന്താ വെച്ചാൽ അവിടെ നെഗറ്റീവ് മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ ഈ ഹീലിംഗ് ജേണിയിലേക്ക് വന്നപ്പോൾ ഞാൻ പോസിറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. നെഗറ്റീവ് ഓൾറെഡി എനിക്ക് അറിയാം, മനുഷ്യന്റെ സഹജമാണ്, അത് പ്രശ്നമില്ലാന്ന് തന്നെ എല്ലാ കുട്ടികളും നോക്കും. ഞാൻ ഒരുപക്ഷെ ഞങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നും ഈ നെഗറ്റീവ് പ്രശ്നം ഉണ്ടായിരുന്നത്, ഞാൻ പോസിറ്റീവ് കണ്ടിരുന്നില്ല. അപ്പൊ എന്റെ പ്രശ്നമല്ലത്, അത് എനിക്ക് മനസ്സിലായത്, എന്റെ എന്നുള്ള പ്രശ്നം മനസ്സിലായത് എനിക്കിതിൽ ഈ ഒരു കമ്മ്യൂണിറ്റി വന്നത് ശേഷമാണ്. താങ്ക് യു ഷിയാബ്. ഇന്ന് വേറെയുള്ള എന്തെങ്കിലും ഇൻസൈറ്റ്സ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പം വേറെ ഇതേപോലെ ലേണിങ്സ് കിട്ടിയ ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും പുതിയ ലേണിങ്സ് കിട്ടിയിട്ടുണ്ടോ? അതായത് ഇന്നിപ്പോ ഷിയാബ് പറഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ട് പറയാണ്, ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റുകളിൽ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പോയിന്റ് എന്ന് ഞാൻ പറയാം. അതായത് ഷിയാബ് പറഞ്ഞ പോലെ എന്ന് വെച്ചാല് നമ്മൾ കാണാതെ പോകും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഉത്തരവാദിത്തങ്ങളിലാണ് സ്നേഹം കിടക്കുന്നത്. ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര ബോറിംഗ് ആണ്, അത് ഭയങ്കര ബേസിക്കാ, അത് ഭയങ്കര എന്താ പറയാ, ലൈക്ക് എല്ലാവരുടെയും ലൈഫിൽ എല്ലാ കപ്പിൾസും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. യെസ്, അതുകൊണ്ടാണ് ആ ലൈഫ് മുന്നോട്ട് പോണത്. അതുകൊണ്ടാണ് ആ കപ്പിൾസ് നമ്മുടെ ലൈഫ്, നമ്മുടെയൊക്കെ നാട്ടിൽ എന്താ വെച്ചാല് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ അപ്രീഷിയേറ്റ് വാട്ട് ദേ ഡു ആസ് എ ബേസ് ലെവൽ. ഭക്ഷണം നൽകുന്നു, അല്ലെങ്കിൽ വസ്ത്രം നൽകുന്നു, കൂടെ താമസിക്കുന്നു, കൂടെ ജീവിക്കുന്നു, ഈ ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ, ദാറ്റ് ബേസിക്സ്, ദാറ്റ് ഗുഡ് തിങ്സ്, നമുക്ക് സ്മോൾ ആണെന്ന് ഫീൽ ചെയ്യുന്ന, ബേസിക് ആണെന്ന് ഫീൽ ചെയ്യുന്ന ഗുഡ് തിങ്സ്, ആൻഡ് ദാറ്റ് ഈസ് ലവ്. പക്ഷെ അത് കാണാൻ നമുക്ക് കഴിയില്ല, കാരണം നമുക്ക് ഭയങ്കര പെയിനാണ്, നമ്മൾ ഓൾറെഡി പെയിനില്ല. ഇവര് കാരണമല്ല, ഇത് പണ്ട് മുതൽക്കേ തുടങ്ങിയതാ ഈ പെയിൻ. ആ പെയിൻ റിപ്പീറ്റ് ചെയ്ത് ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊന്നും അല്ല പ്രശ്നക്കാർ, നമ്മുടെ പാർട്ണർ അല്ല. നമ്മളെ പാർട്ണർ നമ്മൾ എക്സ്പോസ് ചെയ്യുക ചെയ്യണത്. നമ്മൾ ആരാണെന്നുള്ളത്, നമ്മളെ ഉള്ളിൽ എത്രത്തോളം മുറിവുകളുണ്ട്, എത്രത്തോളം വീക്കാണ് നമ്മൾ എന്നുള്ളത് അവർ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, നമുക്ക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. നമ്മളെ കുറ്റങ്ങൾ അവർ കാണിച്ചു തരുമ്പോൾ നമുക്ക് പറ്റുന്നില്ല, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സുകൾ കാണിച്ചു തരുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. പറഞ്ഞോ, ഇതല്ലേ സംഭവം. നമ്മളെ വലിച്ചു കീറണം, ഉള്ളത്തെ മുറിവുകളെടുത്ത് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരണം. എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നീ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. നമ്മുടെ കുറ്റങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു തരണം. അപ്പൊ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ല, കാരണം എനിക്കിത് താങ്ങാൻ പറ്റൂല, ഐ നീഡ് ലവ്, ലവ് മീ. പറഞ്ഞോ, ഇതല്ല നമ്മുടെ പ്രശ്നം. എന്റെ മുറിവ്, എനിക്ക് മുറിവുണ്ട്, എനിക്കറിയാം, എനിക്ക് തന്നെ അറിയാം, ഞാനൊരു വൃത്തികെട്ടതാണ്, എന്നെ വീണ്ടും ഇതിനെ ഇങ്ങനെ പറയണേ. എന്നിട്ട് എന്താ വെച്ചാല്, ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നല്ലതാണ്. യെസ്, യു ആർ എ ഗുഡ് പേഴ്സൺ, അറ്റ് ദ സെയിം ടൈം യു ഹാവ് ഫ്ലോസ്. സോ നമ്മുടെ അല്ലേ ഓപ്പോസിറ്റ് പാർട്ണർ ചിലപ്പോൾ കാണിച്ചത്. സോ നമ്മുടെ പാർട്ണർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, യു ആർ ഓൾറെഡി ഹാവ് പ്രോബ്ലം, പാർട്ണർ ഇസ് ഷോയിങ് ദ പ്രോബ്ലം.
പക്ഷെ സിംറ്റത്തിലൂടെയാണ് കാണിച്ചു തരുന്നത്. സിംറ്റം, ഈ സിംറ്റത്തിന്റെ അടിയിലുള്ള യഥാർത്ഥ പ്രോബ്ലം നമുക്ക് കാണിച്ചു തരുകയാണ്. There is something wrong, and not with you, but what you are processing your emotion, the way you process your emotions. So something is wrong there. There is wounds, മുറിവുകൾ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുകയാണ്. So the true partner will expose you. അപ്പൊ നിങ്ങളുടെ പാർട്ണർ എക്സ്പോസ് ചെയ്യാണ്. എന്നാൽ അയാൾ ഇതൊന്നും ചെയ്യുന്നില്ല, പരാതി ഒന്നും പറയുന്നില്ല, സംഗതികളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അയാള് ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല, അയാൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി പോവാണെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? നിങ്ങളെപ്പോലെ അയാളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് പകരം എന്താ വേണമെന്ന് വെച്ചാല് ബോത്ത് പീപ്പിൾ ലൈക്ക് രണ്ടാൾക്കാരും ഹീൽ ചെയ്ത് ഡെപ്തിലേക്ക് പോയി അത് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് what happens, you will be beautifully handling the situations. അത് ക്ലിയർ ചെയ്തിട്ട് പുറത്തു വരാൻ പറ്റും. എനിവേ, ഇന്നത്തെ ഡിസ്കഷൻസ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, റിവീലിംഗ് ആയിരുന്നു, ഐ ഓപ്പണിംഗ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് യു. ആൻഡ് യാ, ഷേബ് എന്താ പറയാമെന്നാ പറഞ്ഞോ? സാർ ഒരു കാര്യം കൂടി, ഞാനേ മറ്റേ നമ്മൾ ഹീലിംഗ് എത്തുന്നതിന് മുമ്പ് എന്നെ സ്നേഹിക്കണം, എന്നെയാണ് കൂടുതൽ ചെയ്യേണ്ടതെന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഹീലിംഗ് വന്നത് ഞാനൊരു 3 ക്വസ്റ്റ്യൻ എന്റെ വൈഫിനോട് ചോദിച്ചു. അതിലെനിക്ക് നല്ല ചേഞ്ചിങ് ഉണ്ടായ കേസ്. 3 ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഒന്ന് ഞാൻ എന്റെ സ്വഭാവത്തിൽ ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണ്. ഞാൻ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അവള് അവളെ ഒരു റീസൺ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു നല്ല കാര്യം, നമ്മൾ പരിചയപ്പെട്ട മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യം ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന് അവള് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ മൂന്നാമത്തെ കേസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്നിൽ തുടങ്ങേണ്ട കാര്യം, ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, എന്തിൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്. ഒരു 3 ക്വസ്റ്റ്യൻ അവർ തന്ന ആൻസർ ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യണം, എന്റെ അടുത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താ ഞാൻ അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങി. അപ്പോ അതിൽ ഭയങ്കര ഇമ്പാക്ട് ആണ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാല്. അവർക്ക് അവളും പടെ ഒരു പക്ഷെ ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണല്ലോ. ഞാൻ ഹീലിംഗ് വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് വേറെ കാര്യം. ഞാൻ ഒരിക്കലും ഹീലിംഗ് വന്നിട്ട് ഞാൻ ചോദിക്കുകയല്ല. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തപ്പോ എനിക്ക് ഇതുവരെ ഏകദേശം 8-9 വർഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹം അവള് തരണം തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ കൊടുക്കാത്ത സ്നേഹം അങ്ങോട്ടും കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഇവര് പറഞ്ഞതിനോട് ആൻസറിനോട് ചെയ്യുന്നു, പിന്നെ അത് ഇഷ്ടപ്പെട്ട് ചെയ്യൽ തുടങ്ങി. അതിന് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോ ഇങ്ങനെ ടെസ്റ്റോട് പിന്നെയും പറയുന്നത് ഞാൻ കാരണം ഞാൻ ഈ പറയുന്ന കാരണം ആരുടെ ലൈഫിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതില് എനിക്ക് അതിന് ഒരു നന്ദി ഉണ്ടാവുന്ന ലെവലാണ് ഈ പറയണത്. കാരണം ഇത് ചേഞ്ച് ഉണ്ടാവും 100% ഉറപ്പാണ്. ഇത് സംസാരിച്ച് നിൽക്കുക വേണ്ട, അതെനിക്ക് 100% ഉറപ്പാണ്. അനുഭവിച്ച ആളാണ്. അതായത് 8-9 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്ത എന്റെ ലൈഫിൽ തന്നെ മാറ്റം ആ ഗ്രാറ്റിറ്റ്യൂഡുമാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നത്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. ലൈക്ക് ഷിയാബ് പറഞ്ഞ ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ, പറ്റുമെങ്കിൽ. എന്താ വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടില്ല. എസ്പെഷ്യലി സ്ത്രീകൾ ഒക്കെ അവരുടെ ഉള്ളിൽ പറയും, എന്താ പറയാ, എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ അറിയണം, എന്നിട്ട് അറിഞ്ഞിട്ട് എൻ്റെ മനസ്സറിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരണം എന്ന് പറയും. ഓക്കെ, എന്നോട് ശരിക്കും സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഇത്രയും കാലം ജീവിച്ചതല്ലേ, എൻ്റെ ഉള്ളറിയണം എന്ന് പറയും. ആക്ച്വലി അങ്ങനെ സാധനം ഇല്ല. ഇവിടെ ഒരാൾക്കും ഒരാളുടെ ഇതൊന്നും മനസ്സിലാക്കാനോ വായിച്ചെടുക്കാനോ കഴിയില്ല. ഷിയാബ് ചെയ്ത പോലെ 3 ക്വസ്റ്റ്യൻസ് ഷിയാബ് ബുദ്ധിപരമായിട്ട് നീങ്ങി. എന്ത് പുള്ളിക്കാരുടെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ഷിയാബിന് കിട്ടണം. ഷിയാബിന് കിട്ടാൻ വേണ്ടിയിട്ട് ഷിയാബ് എന്ത് ചെയ്തു, ആ ചോദ്യം ചോദിച്ചു. എന്ത്, ഞാൻ എന്നിൽ വരുത്തേണ്ട മാറ്റം എന്താണ്, എൻ്റെ മോശം നിനക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ എന്നിൽ മാറ്റം വരുത്തുക. ക്ലിയർ ആയിട്ട് ചോദിച്ചു. ആ വൈഫ് അത് ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിച്ചു. അത് ക്ലിയർ ആയിട്ട് പറയണം, ധൈര്യം ഉണ്ടാവണം. അത് പറഞ്ഞു കൊടുക്കാൻ എന്ന് വെച്ചാൽ ആദ്യം ഹസ്ബൻഡ് തന്നെ ഒരു സേഫ്റ്റി അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് സത്യസന്ധമായിട്ട് വൈഫ് പറയുമ്പോൾ അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന് ന്യായീകരിക്കാൻ പോരുത്. അത് ഞാൻ അതല്ല, ഞാൻ ഇതല്ല, ഞാൻ മിണ്ടാണ്ടിരുന്ന് കേൾക്കാം ഭർത്താക്കന്മാര്. അതേപോലെ ഭാര്യയും ഇതേ ക്വസ്റ്റ്യൻസ് ഭാര്യയും ചെയ്യാം. നിങ്ങൾ എന്നിൽ, ഇത് ഭർത്താക്കന്മാർക്ക് മാത്രം പറഞ്ഞതല്ല കേട്ടോ, ഭാര്യമാർക്കും കൂടെ പറഞ്ഞതാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ ചെന്നിട്ട് ചോദിക്കുക വെച്ചാൽ, നിങ്ങൾ എന്നിൽ ഇഷ്ടപ്പെടാത്ത ഞാൻ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്. ഒന്ന്, നിങ്ങൾ എന്നിൽ ഇഷ്ടപ്പെടുന്ന എന്നാൽ ഞാൻ തുടർന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ്. അതായത് നിങ്ങൾ ഇത്രയും കാലം ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഇനി പുതുതായിട്ട് ഞാൻ എന്തെങ്കിലും ആരംഭിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്. ഒന്നെന്താണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം, എൻ്റെ പ്രശ്നം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഞാൻ ഇപ്പോൾ ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യം അത് തുടരേണ്ടത് എന്താണ്, അടുത്തത് എന്താണ്, ഞാൻ ഇനി പുതുതായിട്ട് ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല, പുതുതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്. എങ്ങനെ പറയാം? സ്റ്റോപ്പ്, സ്റ്റാർട്ട്, കണ്ടിന്യൂ. ക്ലിയർ ആണോ? ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്ത്, ഞാൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത്, ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്ത്. ക്ലിയർ? ഓക്കെ. അപ്പോ അടുത്ത് എന്താ പറയുക, അടുത്ത ഒരെണ്ണം കൂടി വേണമെങ്കിൽ സ്റ്റാർട്ട് ചോദിക്കാം. ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷേ അത് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ട് ആ ഉത്തരം കിട്ടുകയാണ്. ഇത് ഉത്തരം കറക്റ്റായിട്ട് കിട്ടുമ്പം അത് ഒന്നും മിണ്ടരുത്. ഇതിന് ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു, ഉത്തരം കിട്ടി, അത് തിരുത്താൻ പോകരുത്. ഞാൻ അതാ ഉദ്ദേശിച്ചത്, ഞാനിങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ, നീ എന്താ ഉദ്ദേശിച്ചത്, നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അവിടെ ചർച്ചയ്ക്കോ വഴക്കിനോ പോകരുത്. ഈ കാര്യം തന്നെ എഴുതുമ്പോൾ ചില ആൾക്കാർ ട്രിഗർ ആവും. അപ്പൊ ഹീലിംഗ് ചെയ്താലേ, ഷിയാബ് പറഞ്ഞ മാതിരി ഹീലിംഗ് ചെയ്താലേ ചോദ്യം ചോദിക്കാനുള്ള ഹലോ ധൈര്യം കിട്ടുള്ളൂ, മനസ്സിന് ശക്തി കിട്ടും. കാരണം ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഭയങ്കര സുഖമില്ലാത്ത ഉത്തരമായിരിക്കും. അപ്പൊ സുഖമില്ലാത്ത ഉത്തരവാകുമ്പോൾ അതിനെ ഡീൽ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. അത് പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മൈൻഡിന് സ്ട്രെങ്ത് വേണം. മൈൻഡ് സാറിന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ തോന്നുന്നു. എളുപ്പം ജോയിൻ ചെയ്യും. സോ ഹായ് എവ്രി വൺ. ഇപ്പൊ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഹീലിംഗ് ചെയ്യുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഡിസ്കഷൻസും എക്സസൈസുകളും കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ ചെയ്യുക. ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ റിലേഷൻഷിപ്പ് വേറെ ലെവൽ. ഓക്കെ. സോ അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ടുഡേസ് സെഷൻ വാസ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് നിങ്ങളുടെ എൻഗേജ്മെന്റ്, ഷിയാബ് ആയിക്കോട്ടെ, സിൽഫ ആയിക്കോട്ടെ, ബാക്കിയുള്ള ഓരോ മെമ്പേഴ്സും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്, റഹീബ്, ഇങ്ങനെയുള്ള എല്ലാവരും. സോ താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ് ആൻഡ് സീ യു ഓൺ മറ്റൊരു ദിവസം എന്ത് ചെയ്യാം, വീണ്ടും ഒരു പുതിയ ടോപ്പിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളുമായിട്ട് റിലേഷൻഷിപ്പ് ഡൈനാമിക്സിൽ ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. It will be an amazing opportunity for each of us to learn further and heal and grow together. Thank you. So, Parnavole, have a wonderful day. Beautiful day. Thank you so much. Thank you so much for being here. Okay.